പിന്നെ പി എച്ച് ഡി പ്രോഗ്രാം US യൂണിവേഴ്സിറ്റിയിലുള്ള പി എച്ച് ഡി പ്രോഗ്രാം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് നീഡ് ടു അപ്ലൈ ഫോർ എനി ഫണ്ടിങ്. യൂണിവേഴ്സിറ്റി വിൽ ഗീവ് ഫണ്ടിങ് ഫോർ 5 years, ദാറ്റ് ഇസ് അഷ്യൂർഡ്. അപ്പോൾ ഇത് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഒരു ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ നോർമലി ഫസ്റ്റ് ഇയർ പി എച്ച് സ്റ്റുഡൻസ് എല്ലാം ഒരു 1 year TA ആയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സിന് പോകാറുണ്ട്. സോ ആ രീതിയിലായിരിക്കും നിങ്ങളെ ഫണ്ട് ചെയ്യുന്നത്, നിങ്ങളുടെ മന്ത്ലി സാലറി അല്ല. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗ്രൂപ്പിലെ പ്രൊഫസറിന് ഇഫ് ഹി ഹാസ് ഇനഫ് ഫണ്ട്സ് ഹി വിൽ സപ്പോർട്ട് ത്രൂ RA. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് TA ചെയ്യേണ്ടി വരത്തില്ല. സോ എയ്തർ വേ യു വിൽ ബി ഫണ്ടഡ് ത്രൂ യുവർ എൻറ്റയർ PhD പ്രോഗ്രാം. സോ യു ഡോണ്ട് നീഡ് ടു ബി അപ്ലൈ ഫോർ എനി ഫണ്ടിങ്. നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ US-ലെ PhD പ്രോഗ്രാം ആയിട്ടുള്ള ഗ്രാഡ് സ്കൂൾ ആപ്ലിക്കേഷൻ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് സബ്മിറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന്റെ ഒരു മെയിൻ പ്രോസസ് ആപ്ലിക്കേഷനുള്ള. സോ US യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു 4 year ബാച്ചലേഴ്സ് ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ റെസ്പെക്റ്റീവ് ഡിസിപ്ലിൻ. അപ്പോൾ 4 year ബാച്ചലേഴ്സ് ഡിഗ്രി എന്തൊക്കെ വന്നാലും ഇന്ത്യയിൽ കൊടുക്കുന്നത് വളരെ ചുരുക്കം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും യൂണിവേഴ്സിറ്റികളാണ്. സോ വി ഓൺലി ഹാവ് ദ ഓപ്ഷൻ ഓഫ് മാസ്റ്റേഴ്സ് ഡിഗ്രി. പിന്നെ റെസ്പെക്റ്റീവ് ഡിസിപ്ലിൻ എന്ന് പൊതുവെ പറയുന്നുവെങ്കിലും യു ക്യാൻ അപ്ലൈ ഫോർ അതർ ഡിസിപ്ലിൻ ആസ് വെൽ. ഫോർ ഇൻസ്റ്റൻസ് നിങ്ങളിപ്പോൾ ഒരു ബയോളജിയിലുള്ള ഒരാളാണ് എങ്കിൽ ഹി ക്യാൻ അപ്ലൈ ഫോർ ബയോ ഇൻഫോർമാറ്റിക്സ്, മൈക്രോബയോളജി, അങ്ങനെ അത് ബയോളജിയുമായി ബന്ധപ്പെട്ട പല ഡിപ്പാർട്ട്മെന്റുകളോട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇൻ കെമിസ്ട്രി ആണെങ്കിൽ യു ക്യാൻ അപ്ലൈ ഫോർ മെറ്റീരിയൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സിമിലർലി ഫിസിക്സ് ഓൾസോ ക്യാൻ അപ്ലൈ ടു ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ക്രോസ് ഡിപ്പാർട്ട്മെന്റ്സിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു സ്ട്രിക്ട്ലി ഫോളോയിങ് അല്ല, പക്ഷെ അങ്ങനെ വരുമ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു മേ ഹാവ് ടു ടേക്ക് കോഴ്സസ് ഓഫ് ദോസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഒരു ഫിസിക്സിലെ ഒരാൾ ഇലക്ട്രോണിക്സിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ഇയർ എടുക്കുന്ന കോഴ്സുകളെല്ലാം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ കോഴ്സുകളായിരിക്കും. സോ ദാറ്റ് വിൽ ബി വെരി ന്യൂ ആൻഡ് മൈറ്റ് ബി വെരി ടഫ്. അതാണ് ഒരു കാര്യം. രണ്ടാമത് വേണ്ടത് GRE സ്കോറുകൾ, ടോഫൽ സ്കോർ ആണ്. സോ ഇപ്പോൾ കൊറോണ കാരണം ഈ GRE എക്സാമും ടോഫൽ എക്സാമും ലോകത്തെല്ലായിടത്തും ഒരേപോലെ നടക്കാത്തത് കൊണ്ട് ചില യൂണിവേഴ്സിറ്റികൾ അത് വേവ് ചെയ്തിട്ടുണ്ട്. സോ ചില യൂണിവേഴ്സിറ്റികൾ അത് ഇപ്പോഴും ചിലപ്പോൾ സ്കോർ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്നുള്ളത് യു ഹാവ് ടു ചെക്ക് ഓൺ ദ റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റീസ് ഗ്രാഡ് ആപ്ലിക്കേഷൻ പോർട്ടൽ. പിന്നെ വേണ്ടത് ഒരു കരിക്കുലം വീറ്റ ആണ്, CV. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ വി വിൽ ബി ഡിസ്കസിങ് മോർ. പിന്നെ വേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ഓർ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ഓർ എസ്സേ. സോ ഇതൊരു എസ്സേ പോലെ എഴുതേണ്ട ഒരു കാര്യമാണ്. അറൌണ്ട് 2 pages to 2.5 pages എഴുതണം. സോ വി വിൽ ബി ഡിസ്കസിങ് ഹൗ ടു റൈറ്റ് ദാറ്റ് ഓൾസോ ഇൻ എ ലേറ്റർ പാർട്ട്. പിന്നെ വേണ്ടത് ഒരു ഒഫീഷ്യൽ ഗ്രേഡ് ട്രാൻസ്ക്രിപ്റ്റ് ആണ്. സോ ഒഫീഷ്യൽ ഗ്രേഡ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാർക്ക് ഷീറ്റ് ആണ്. സോ ഈ മാർക്ക് ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെയുള്ള ഒരു മാർക്ക് ഷീറ്റ് വേണം. അല്ല ഇപ്പോൾ നമ്മൾ BSc ചെയ്തിട്ടുണ്ടെങ്കിൽ BScയുടെ മാർക്ക് ഷീറ്റ് വേണം. സോ യു നീഡ് ബോത്ത് മാർക്ക് ഷീറ്റ്. അത് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ റെഡി ആയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെഡിലി പ്രൊഡ്യൂസബിൾ. ഐ മീൻ നമുക്കത് ഉടനെ യൂണിവേഴ്സിറ്റിയോട് സെൻഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതിന്റെ ഒരു കോപ്പി നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റണം. പിന്നെ വേണ്ടത് ഒരു 3 letters ഓഫ് റെക്കമെൻഡേഷൻ ആണ്. സോ ഈ റെക്കമെൻഡേഷൻ ലെറ്റർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഷുഡ് ബി സെൻഡ് ഫ്രം ഒഫീഷ്യൽ ഇമെയിൽ ഡൊമൈൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ഫ്രം any normal Gmail or Yahoo Mail or Hotmail. It should be from, for example, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സിൽ നിന്ന് തന്നെ സെൻഡ് ചെയ്യണം, എന്നാൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. സോ ഇതാണ് ഒരു നോർമൽ റിക്വയർമെന്റ് ഒരു US യൂണിവേഴ്സിറ്റിയുടെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത്? അതാണ് നമ്മുടെ US യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് പ്രോസസ്. സോ US-ൽ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, മോർ ദാൻ 200 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ ഹൗ ടു സെലക്ട് എ ഗുഡ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. സോ ഫോർ ദാറ്റ് ദർ ഈസ് എ വെരി ഗുഡ് റൂൾ. സോ ദിസ് ഈസ് ലൈക്ക് എ US News എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. സോ ദോസ് വെബ്സൈറ്റ് ആക്ച്വലി റാങ്ക്സ് യൂണിവേഴ്സിറ്റീസ് വേരിയസ് പ്രോഗ്രാം ബേസ്ഡ് ഓൺ ദെയർ ക്വാളിറ്റി ആൻഡ് ലോട്ട് ഓഫ് അതർ ആസ്പെക്ട്സ് സച്ച് ആസ് റിസർച്ച് ഔട്ട്പുട്ട്, ടീച്ചിങ്, എവറിഥിങ്. സോ ആ US യൂണിവേഴ്സിറ്റിയിലെ റാങ്കിങ്ങിൽ നമ്മൾ ഇപ്പോൾ എടുക്കുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത്. സോ അതിൻ്റെ അകത്തൊരു ടോപ്പ് 100 റാങ്കിങ്സിലുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം നല്ലതായിരിക്കും. സോ ദിസ് ഈസ് വിത്ത് റെസ്പെക്ട് ടു പ്രോഗ്രാം. ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിക്ക് ഒരു പർട്ടിക്കുലർ റാങ്കിങ് ഉണ്ടാവും, ഫിസിക്സിന് ഒരു പർട്ടിക്കുലർ റാങ്കിങ് ഉണ്ടാവും, മാത്സിന് ഒരു പർട്ടിക്കുലർ റാങ്കിങ് ഉണ്ടാവും. സോ ഓരോന്നിൻ്റെ റാങ്കിങ് ഓരോ സബ്ജക്ട് വൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇപ്പോൾ നമ്മൾ കെമിസ്ട്രി, ഇപ്പോൾ ഞാനൊരു കെമിസ്ട്രി മേജറാണ്. സോ ഐ വിൽ ബി സ്പീക്കിംഗ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് കെമിസ്ട്രി. സോ കെമിസ്ട്രിയുടെ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 100 റാങ്കിൽ ഉള്ള കെമിസ്ട്രി ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുക. സോ
സോ അതായിരിക്കും മോർ ഓർ ലെസ് ഒരു ബെറ്റർ പ്രോഗ്രാംസ്. ബിയോണ്ട് 100 മോസ്റ്റ്ലി അത്രത്തോളം നല്ലതായിരിക്കത്തില്ല, പക്ഷെ ചിലപ്പോൾ റാങ്കിങ് കുറവാണെങ്കിൽ നല്ല പ്രോഗ്രാംസ് ഉള്ളവരും ഉണ്ടാവാം. സോ വി ഹാവ് ടു സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. സോ നോർമൽ റൂളർ ഇറ്റ്സ് വിത്തിൻ 100 റാങ്ക്സ്. എക്സ്ക്യൂസ് മീ. സോ ഇനിയിപ്പോൾ ഈ 100 റാങ്ക്സിൽ തന്നെ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ടോപ്പ് 30 റാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് സ്കൂൾസ് ഓർ ടോപ്പ് പ്രോഗ്രാംസ് ആണ്. അതായത് ഏറ്റവും ടോപ്പ് US ഫേമസ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള ഇപ്പോൾ ഐവി ലീഗ് കോളേജസ് എന്ന് പറയുന്ന MIT, ഹാർവാർഡ്, അല്ലെങ്കിൽ അല്ലാത്ത ബിഗ് 10 യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ, അങ്ങനെയുള്ള വെരി ടോപ്പ് സ്കൂൾസ് ആണ് ആ ടോപ്പ് 30 വരുന്നത്. സോ ഈ ടോപ്പ് 30 യൂണിവേഴ്സിറ്റിയോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല GRE സ്കോർ വേണം, നല്ല CV വേണം, നല്ല SOP വേണം, പിന്നെ നല്ല സ്ട്രോങ് റെക്കമെൻഡേഷൻ വേണം. ഈ സ്ട്രോങ് റെക്കമെൻഡേഷൻസ് എന്ന് ഉദ്ദേശിച്ചത് റെക്കമെൻഡ് ചെയ്യുന്ന ആൾ ഒരു ആ പർട്ടിക്കുലർ ഫീൽഡിലെ ഭയങ്കര ഒരു പൈനിയർ അങ്ങനെയുള്ള ലെവലിലുള്ള ആളായിരിക്കും. അറ്റ്ലീസ്റ്റ് ഹി ഷുഡ് ബി എ വെൽ നോൺ പേഴ്സൺ ഇൻ ദ ഫീൽഡ് ഓഫ് റിസർച്ച്. പിന്നത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 to 40 റാങ്കിലുള്ള യൂണിവേഴ്സിറ്റീസ് അങ്ങനെ ഒരു ബാൻഡായിട്ടാണ് കണക്കാക്കാറ്. ഇതെല്ലാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എന്റെ സീനിയേഴ്സിന് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ എന്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു അറിവാണ്. സോ 30 to 40 ആണ് പിന്നത്തെ ഒരു ബാൻഡ്, പിന്നെ 40 to 50, പിന്നെ 50 to 60, 60 to 70, പിന്നെ 70 to 100 നമ്മളൊരു സിംഗിൾ ബാൻഡായിട്ടാണ് കൺസിഡർ ചെയ്യാറ്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് വൈസ് നമ്മൾ സാധാരണ തിരിക്കാറ്. സോ ഞാൻ കണ്ടിട്ടുള്ള മോസ്റ്റ് അക്സെപ്റ്റൻസ്, അതായത് എന്റെ സീനിയേഴ്സിന്റെയും ജൂനിയേഴ്സിന്റെയും പിന്നെ എന്റെ ബാച്ചിലുള്ളവരെയും ഞാൻ കണ്ടിട്ടുള്ള മോസ്റ്റ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞൊരു 50 and above യൂഷ്വലി ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. 50 and above റാങ്കിങ്സ് ഉള്ളത് വിത്തിൻ 50 കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലിറ്റിൽ ടഫ്, ബട്ട് ഇറ്റ് ഈസ് ഡൺ. ലൈക്ക് കിട്ടിയവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരു 50-ന് മേലെ റാങ്കിലുള്ള യൂണിവേഴ്സിറ്റികൾ കിട്ടുന്നത് വളരെ കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇനി എങ്ങനെ യൂണിവേഴ്സിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യണം? സോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം ഒരു 6 യൂണിവേഴ്സിറ്റീസിലെങ്കിലും അപ്ലൈ ചെയ്യണം, എന്നാലാണ് ഈ എഫേർട്ടിന് ഒരു ഇതുണ്ടാവുള്ളൂ. 6 to 10, മാക്സിമം ഒരു 10 എങ്കിലും അപ്ലൈ ചെയ്യാം. The thing is, application is very costly, so minimum 6 എങ്കിലും അപ്ലൈ ചെയ്യണം. ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കണം: വെരി ഗുഡ് പ്രോഗ്രാം. ഈ വെരി ഗുഡ് പ്രോഗ്രാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 30 ഒരു നോർമൽ സ്റ്റുഡന്റിന്റെ റെഫറൻസ് വെച്ചിട്ടാണ്. ഓരോരുത്തരുടെയും CVയും അവർക്ക് കിട്ടാൻ പോകുന്ന റെക്കമെൻഡേഷനും ഇതെല്ലാം വെച്ചിട്ട് ഈ ക്ലാസിഫിക്കേഷൻസിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. സോ ഇഫ് ഐ ആം കൺസിഡറിങ് എ നോർമൽ സ്റ്റുഡന്റ്, ഒരു വെരി ഗുഡ് പ്രോഗ്രാം എന്ന് ഒരു വെരി നോർമൽ വെൽ സ്റ്റുഡിയസ് സ്റ്റുഡന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു വെരി ഗുഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 to 50 റാങ്കിലുള്ളതാണ് വെരി ഗുഡ് പ്രോഗ്രാം. പിന്നെ ഒരു ഗുഡ് സ്കൂൾസ് എന്ന് പറയുന്നത് ഒരു 50 മുതൽ ഒരു 60 വരെ കണക്കാക്കാം. പിന്നെ ഷുവർ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള യൂണിവേഴ്സിറ്റീസ്, ദാറ്റ് ഈസ് യു ഹാവ് ഓൾമോസ്റ്റ് 90-95% ചാൻസ് യു വിൽ ഗെറ്റ്. അങ്ങനത്തെ ഉള്ളൊരു 3 യൂണിവേഴ്സിറ്റീസ്. അത് റാങ്കിങ് കുറച്ച് താഴെ ആയിരിക്കാം, ഒരു 60 to 80 or 70 to 100. That depends upon your CV and all. സോ ഇങ്ങനെ വേണം നമ്മൾ യൂണിവേഴ്സിറ്റിനെ പല ബാൻഡുകളായി തിരിച്ച് സ്പ്രെഡ് ചെയ്തിട്ട് വേണം സെലക്ട് ചെയ്യാൻ. സോ ഇനി യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയെ എന്താ പറയുക സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വി ആർ ലുക്കിംഗ് ഫോർ ദ പ്രൊഫസേഴ്സ് ഓർ റിസർച്ച് ഗ്രൂപ്പ്സ് ഇൻ അവർ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഒരു ചിലർക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലായിരിക്കും റിസർച്ച് ചെയ്യാൻ താല്പര്യം. സോ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സ് ഉണ്ടോ, ആ യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് അടുത്ത ഒരു ഫോളോ അപ്പ്. സോ അത് സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾക്കൊരു 3 ചോയ്സ് ഓഫ് ഗ്രൂപ്പ്സ് വേണം ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ. സോ 3 ചോയ്സ് ഓഫ് ഗ്രൂപ്പ്സ് വേണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ കിട്ടി, നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് എയിം ചെയ്താണ് പോകുന്നത്. അവിടെ യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോഴാണ് അറിയുന്നത് ദേ ഡോണ്ട് ഹാവ് ആൻ ഇൻടേക്ക്, അതായത് ആ ഗ്രൂപ്പിലോട്ട് ഈ തവണ ഒരു PhD സ്റ്റുഡന്റ് എടുക്കുന്നില്ല. അതർവൈസ് ഇഫ് ആ PhD സ്റ്റുഡന്റിനെ ആ ഗ്രൂപ്പിലോട്ട് ഇൻടേക്ക് ഉണ്ട്, പക്ഷേ വെൻ യു ഡു റൊട്ടേഷൻ വിത്ത് ദ ലാബ്, ആ ലാബിലെ വർക്ക് കൾച്ചർ പിന്നെ അവർ ചെയ്യുന്ന പ്രൊജക്ട്സ് അത് അത്രയും നിങ്ങൾക്ക് ഒരു ഇൻസ്പയറിംഗ് മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല എങ്കിൽ യു ഫീൽ ലൈക്ക് ചേഞ്ചിങ് ദ ഗ്രൂപ്പ്. സോ അങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് വേണം. അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു 3 ഓപ്ഷൻസ് വേണമെന്ന് പറയാൻ കാരണം. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരു പർട്ടിക്കുലർ പ്രൊഫസർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈവൻ ഇഫ് ആൻഡ് യു ഓൾസോ ഗോട്ട് ദ അഡ്മിഷൻ ടു ദാറ്റ്. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് യു ആർ ഫോഴ്സ്ഡ് ടു ആൻഡ് ഹി ഈസ് നോട്ട് ടേക്കിംഗ് ബട്ട് ഈ സ്റ്റുഡന്റ് ഇൻ ദിസ് ഇയർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വേറൊരു ഗ്രൂപ്പ് ചൂസ് ചെയ്യാൻ നിർബന്ധിതരാകും. സോ യു ഷുഡ് ബി വെരി ഓപ്പൺ മൈൻഡഡ് ഫോർ ദാറ്റ്. സോ പിന്നെ ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ആരും നിർബന്ധിക്കില്ല. വി ആർ കൺസിഡർ സ്റ്റുഡൻസ്. സോ ഇഫ് ഒരാൾ എക്സ്പെരിമെന്റ് ചെയ്ത ഒരാൾക്ക് തിയറിയിലിട്ട് പോകുന്നതെങ്കിൽ
Nobody will stop you. You can easily, if the professor agrees, you can easily join. Even if suppose computation ചെയ്യണം, നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും അറിയില്ലെങ്കിൽ പോലും the professor will teach you how to do the programming language and all. So ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫ്ലെക്സിബിൾ ആണ് പ്രോഗ്രാംസ്. സോ ബി ഓപ്പൺ മൈൻഡഡ് ആൻഡ് ചൂസ് അറ്റ്ലീസ്റ്റ് 3 ഗ്രൂപ്പ്സ് പെർ യൂണിവേഴ്സിറ്റീസ് ദാറ്റ് യു ആർ ചൂസിങ്. പിന്നെ രണ്ടാമത് ഇനിത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റുകൾ കൂടെ പിന്നെ ആ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പിന്റെ വെബ്സൈറ്റും തറവായി സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡിപ്പാർട്ട്മെന്റില് ഒരു നല്ലൊരു ഗ്രാജുവേറ്റ് കൾച്ചർ, ഐ മീൻ ഒരു നല്ല PhD പ്രോഗ്രാം ആണോ എന്നറിയാനാണ് ഒരു കാര്യം. രണ്ടാമത് കാര്യം, ഈ ഗ്രൂപ്പിന്റെ വെബ്സൈറ്റ് നോക്കാൻ പറഞ്ഞത് വെദർ ദാറ്റ് പ്രൊഫസർ ഈസ് ആക്റ്റീവ് ഇൻ റിസർച്ച് ആണോ എന്നറിയാനാണ്. US യൂണിവേഴ്സിറ്റിയിലെ ലോട്ട്സ് ഓഫ് പ്രൊഫസേഴ്സ് ജസ്റ്റ് ടീച്ചിങ് പ്രൊഫസേഴ്സ് ആണ്, ഈവൻ ദോ അവരുടെ പേരും അവരുടെ റിസർച്ച് ഇൻട്രസ്റ്റും വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ പോലും. സോ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആള് ഏരിയ നമുക്ക് ഇഷ്ടമായെങ്കിൽ പോലും ആ പ്രൊഫസറിന് ഒരു ഗ്രൂപ്പ് സ്വന്തമായിട്ട്, ഐ മീൻ ഹി മൈറ്റ് ഹാവ് ലെഫ്റ്റ് ദ ആക്റ്റീവ് റിസർച്ച്. സോ അത് അറിയാൻ വേണ്ടി നമ്മൾ എന്താ പറയാ, ട്വിറ്ററിലും ഗൂഗിൾ സ്കോറിലും റിസർച്ച് ഗേറ്റിലും ലിങ്ക്ഡിനിലും ഒക്കെ സെർച്ച് ചെയ്യുക അവരുടെ ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് റിലേറ്റഡ്, അവരുടെ ഇപ്പോൾ ആക്റ്റീവ് ആണോ, എത്രയൊക്കെ പേപ്പറുകൾ ഓരോ വർഷം ഇറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ GRE ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്ന 4 യൂണിവേഴ്സിറ്റീസ് നമ്മൾ തീരുമാനമെടുത്തിരിക്കണം. അതെന്തുകൊണ്ടാണെന്നുള്ളതിനെ പറ്റി ഞാൻ പിന്നെ സംസാരിക്കാം. സോ ഈ 4 യൂണിവേഴ്സിറ്റീസ് നമ്മൾ ഏത് 4 യൂണിവേഴ്സിറ്റി നമ്മൾ നിർബന്ധം അപ്ലൈ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ GRE ടെസ്റ്റിന് മുന്നേ ഉറപ്പായിട്ടും ഫൈനലൈസ് ചെയ്തിരിക്കണം. സോ ഇനി അടുത്തത് ഹൗ ടു പ്രിപ്പയർ എ CV. സോ CV പ്രിപ്പയർ ചെയ്യാനായിട്ട് CVയിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് അക്കാഡമിക് ഡീറ്റെയിൽസ് വേണം. അത് അക്കാഡമിക് ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാസ്റ്റേഴ്സ്, ബാച്ചിലേഴ്സ്, പിന്നെ ഹൈസ്കൂൾ, 10th, ഐ മീൻ 12th, 10th, ഇത്രയും ഡീറ്റെയിൽസ് ആണ് അക്കാഡമിക് ഡീറ്റെയിൽസ് വേണ്ടത്. റിസർച്ച് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം എന്നുള്ളത് ബ്രോഡായിട്ട് ജസ്റ്റ് ടെർമിനോളജീസ് മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി, ഫോട്ടോ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, മെറ്റീരിയൽ സയൻസ്, അങ്ങനെ ജസ്റ്റ് ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ മതി. പിന്നെ റിസർച്ച് എക്സ്പീരിയൻസ്, ഇതാണ് നിങ്ങളുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് CVയുടെ. സോ റിസർച്ച് എക്സ്പീരിയൻസിന് അകത്ത് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ റിസർച്ച് ആയിട്ടുള്ള സമ്മർ പ്രൊജക്ടിന്റെ ടൈറ്റിൽ, ആരാണ് നിങ്ങളുടെ അഡ്വൈസർ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ ചെയ്തത്, എപ്പോഴാണ് അത് ചെയ്തത്, ഐ മീൻ സമ്മർ 2013, അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഫുൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരു അബ്സ്ട്രാക്റ്റും കൊടുക്കണം. സോ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ദിസ് ഈസ് വെയർ ദേ ജഡ്ജ് ബേസ്, ലൈക്ക് ഈ കാൻഡിഡേറ്റിന് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. പിന്നെ എക്സ്പെരിമെന്റൽ സ്കിൽസ്. സോ ഈ എക്സ്പെരിമെന്റൽ സ്കിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ NMR ഒക്കെ സ്വന്തമായിട്ട് എടുത്ത് അത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡേഴ്സ് ആൻ എക്സ്പെരിമെന്റൽ സ്കിൽ. പിന്നെ ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ലാബിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടെക്നിക്ക് ചെയ്തിട്ട് റിയാക്ഷൻ സെറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡേഴ്സ് ആൻ എക്സ്പെരിമെന്റൽ സ്കിൽ. ഇപ്പോൾ കമ്പ്യൂട്ടേഷൻ ബേസ്ഡ് പ്രൊജക്റ്റ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ കമ്പ്യൂട്ടർ ലാംഗ്വേജ് അറിയാമെന്നുള്ളത് അതൊരു സ്കില്ലാണ്. സോ ആ കാര്യങ്ങളാണ് എക്സ്പെരിമെന്റൽ സ്കിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. പിന്നെ പബ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് യു ഹാവ് ടു ലിസ്റ്റ് ഔട്ട്. ദെൻ വർക്ക്ഷോപ്സ് ആൻഡ് കോൺഫറൻസസ് പാർട്ടിസിപ്പേഷൻ. പിന്നെ അച്ചീവ്മെന്റ്സ്, പേഴ്സണൽ ഇൻഫർമേഷൻ, കോൺടാക്ട് ഡീറ്റെയിൽസ്, റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംബഡി ഹൂ നോസ് യു വെരി വെൽ, ലൈക്ക് ടീച്ചേഴ്സ് ഓർ യുവർ റെക്കമെൻഡേറ്റേഴ്സ്. സോ ഏതർ ഓഫ് ദം ആർ കൺസിഡേഴ്സ് റെഫറൻസസ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇമെയിൽ അഡ്രസ്സും വെക്കുക എന്നുള്ളതാണ്. പിന്നെ CV ലെങ്ത് എപ്പോഴും 2 to 4 പേജസിനുള്ളിലായിരിക്കണം. 3 pages ആണ് ഐഡിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. 4 പേജിൽ കൂടുതൽ ഒരിക്കലും എക്സെഡ് ചെയ്യാൻ പാടില്ല, വാട്ട് എവർ ഇറ്റ് ടേക്സ്. ഈവൻ ഇഫ് നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുമ്പോൾ കൂടുതലായി പോകുന്നുണ്ടെങ്കിൽ അവോയ്ഡ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് വിത്തിൻ 4 pages. ഇനിയിപ്പോൾ ചില യൂണിവേഴ്സിറ്റി റെസ്യൂമേ ചോദിക്കാറുണ്ട്. സോ റെസ്യൂമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്രസ്ഡ് വെർഷൻ ഓഫ് CV ആണ്. സോ അതൊരു 2 പേജ് വരെ പാടുള്ളൂ. ഡോണ്ട് എക്സീഡ് 2 pages. അതാണ് ഇതിന്റെ ഒരു ഇത്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ഓർ എസ്സേ. പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ആൻ എസ്സേ യു ഹാവ് ടു റൈറ്റ്. സോ ഇൻ ദാറ്റ് എസ്സേ യു ഹാവ് ടു ലിസ്റ്റ് ഔട്ട് വാട്ട് മോട്ടിവേറ്റ്സ് യു ടു ഡു എ PhD. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ പാസ്റ്റ് റിസർച്ച് എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു, അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു, എന്തൊക്കെയായിരുന്നു പാസ്റ്റ് ആ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സും ചാലഞ്ചസും, അതിന് നമ്മൾ എന്താണ് പഠിച്ചത്. പിന്നെ അഡ്മിഷൻ കമ്മിറ്റിക്ക് അറിയാൻ താല്പര്യമുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും പറയാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു
ഒരു ക്ലബ്ബ് സ്വന്തമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും അതുവഴി നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ഫീച്ചർ ചെയ്യാൻ കിട്ടുകയും ചെയ്താൽ ദോസ് തിങ്സ് യു ഹാവ് ടു ഇൻക്ലൂഡ്. സോ അതാണ് ഈ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ SOPയുടെ ഒരു എസ്സേ ആണല്ലോ. അപ്പൊ എസ്സേയുടെ ഒരു ലാസ്റ്റ് പാരഗ്രാഫ് എപ്പോഴും നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി, അതായത് ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യാൻ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു എന്നുള്ളത് എംഫസൈസ് ചെയ്യണം. ലൈക്ക് അതെങ്ങനെയാണ് നമ്മളെ എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തു. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഫസർ അവിടെ ഉണ്ടാവാം, ചിലപ്പോൾ ആ യൂണിവേഴ്സിറ്റി സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ആയിട്ടുള്ള ഒരു ഇന്റർ കൊളാബറേഷൻ സെന്റേഴ്സ് ഉണ്ടാവും ഫോർ പർട്ടിക്കുലർ റിസർച്ച് ഏരിയാസ്. ഫോർ എക്സാമ്പിൾ നാനോ കെമിസ്ട്രിയിലോട്ട് ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഉണ്ടാവാം. ചിലപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സൈഡിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിവൈസ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സെന്റർ ഉണ്ടാവാം. സോ അങ്ങനെ അപ്പോൾ അതൊരു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കൊളാബറേഷൻ സെന്ററുകളായിരിക്കാം. സോ അങ്ങനത്തെ സെന്റർ ഉള്ളതുകൊണ്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ ദേ വിൽ ബി ഇംപ്രസ്ഡ്. പിന്നെ എന്താണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റി എങ്ങനെ നമ്മുടെ ഒരു പേഴ്സണൽ കരിയർ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. സോ ദീസ് തിങ്സ് ആണ് നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സോ പിന്നെ ഈ SOP നമ്മൾ ഒരു SOP ഉണ്ടാക്കുന്നുള്ളൂ ഫോർ ദ എൻ്റയർ ആപ്ലിക്കേഷൻ. സോ നമ്മൾ അപ്പൊ നമുക്ക് ഒരു 6 യൂണിവേഴ്സിറ്റിയും അപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് 6 യൂണിവേഴ്സിറ്റിക്കും ഡിഫറെന്റ് SOP ആയിരിക്കണം. പക്ഷെ നമ്മൾ ഒരു SOP ഉണ്ടാക്കുന്നുള്ളൂ. സോ ദ ഡിഫറൻസ് വിൽ ബി ഇൻ ദ ലാസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. സോ ദ ലാസ്റ്റ് പാരഗ്രാഫിൽ ഇപ്പൊ ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ ചില യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻസിലെ SOPക്ക് പകരം ഈ മേൽ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ യു ഹാവ് ടു ദേ വിൽ ആസ്ക് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇട്ടുണ്ടാവും, യു ഹാവ് ടു ആൻസർ ഇൻ പർട്ടിക്കുലർ വേർഡ്സ്. ദർ വിൽ ബി എ വേർഡ് ലിമിറ്റ്. സോ അങ്ങനത്തെ ഉള്ള കേസുകളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി SOP പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ. SOPയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കോപ്പി ചെയ്യും, വിത്ത് ആ ക്വസ്റ്റ്യന് മാച്ച് ആവുന്ന രീതിയിൽ ചെറിയൊരു എഡിറ്റിംഗ് വരുത്തി. അതാണ് നമ്മൾ ചെയ്യാറ്. ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ രീതി കണ്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് പെൻസിൽവാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഈ ഒരു രീതിയാണ് അവരുടെ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ. പിന്നെ SOPയുടെ ഒരു പേജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 to 2.5 പേജസ് ആണ്. സോ 2.5 പേജസിന് മേലെ പോകരുത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരിക്കലും നമ്മൾ ഈ SOP 3 പേജ് പോയതിന് 3 പേജായി പോയി, പക്ഷെ നമ്മൾ അതിന്റെ ഫോണ്ട് സൈസും സ്പേസിങ്ങും അഡ്ജസ്റ്റ് ചെയ്ത് 2.5 പേജ് ആക്കരുത്. ദാറ്റ് ഈസ് ഓൾസോ വെരി ബാഡ്. ഒരു നോർമൽ ഫോണ്ട് സൈസിൽ തന്നെ 2.5 പേജസ് തന്നെ എത്തിക്കാൻ ശ്രമിക്കുക മാക്സിമം. സോ നെക്സ്റ്റ് ഈസ് GRE എക്സാമിനേഷൻസ്. സോ 2 തരത്തിലുള്ള GRE ഉണ്ട്. ഒന്ന് ജനറൽ GRE ടെസ്റ്റ്. ഇത് US PhD ഇന്ന് എല്ലാവരും അപ്പിയർ ചെയ്തേ പറ്റും. രണ്ടാമത്തത് GRE സബ്ജക്ട് ടെസ്റ്റ് ആണ്. ഇത് ഫിസിക്സും മാത്സും ഗ്രാജുവേറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ PhD പ്രോഗ്രാം അപ്ലൈ ചെയ്യുന്നത് മസ്റ്റ് ആയിട്ട് അപ്പിയർ ചെയ്തിരിക്കണം. കെമിസ്ട്രി ആപ്ലിക്കൻസിന് ഇത് ഹൈലി റെക്കമെൻഡഡ് ആണ്. സോ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഇത് കെമിസ്ട്രി ആപ്ലിക്കൻസ് ഈ സബ്ജക്ട് GREയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോക്കേസ് അവർ നോളജ് ഇൻ ദ സബ്ജക്ട്. സോ നമുക്ക് നല്ലൊരു സബ്ജക്ട് GRE ഉണ്ടെങ്കിൽ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഓക്കെ നമുക്ക് നല്ലൊരു കെമിസ്ട്രിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ട്. സോ യു ആർ വെരി ഗുഡ് ഫോർ ദിസ്. സോ ഇറ്റ്സ് ഹൈലി റെക്കമെൻഡഡ് ആണ്. എല്ലാവരും അപ്ലൈ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഐസിലെ പലരും അപ്ലൈ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചിലവരെല്ലാം അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതിയവരുണ്ട്. സോ ഇറ്റ്സ് ഹൈലി റെക്കമെൻഡഡ്. ബട്ട് നിങ്ങളുടെ കേസിൽ ഞാനത് ഹൈലി റെക്കമെൻഡ് ചെയ്യും എല്ലാവരും അപ്ലൈ ചെയ്യണമെന്ന്. ബിക്കോസ് then only they will like the US like the admission committee will get to know that okay you have very good knowledge about chemistry. പിന്നെ GRE ജനറൽ ടെസ്റ്റ് ഉണ്ട്. GRE ജനറൽ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അത് ഓൾ ത്രൂ ഔട്ട് ദ ഇയർ അവൈലബിൾ ആണ്. പിന്നെ GRE സബ്ജക്ട് ടെസ്റ്റ് അത് 3 times a year അവൈലബിൾ ആണ് ഓൾ അറൌണ്ട് ദ വേൾഡ്. പക്ഷെ ഇന്ത്യയിൽ ഒരു സമയത്ത് മാത്രമേ എക്സാം നടക്കുന്നുള്ളൂ. ദാറ്റ് വി ക്യാൻ അപ്പിയർ ഫോർ. അത് ഒക്ടോബറിലാണ്. സോ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം. സോ നമുക്ക് ആകെ ഒരു സമയത്ത് മാത്രമേ അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ GRE അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ GRE വെബ്സൈറ്റിൽ കംപ്ലീറ്റ് A to Z അതായത് എവറി ടാബ് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഈ GREക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് ഈ ലൈക്ക് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ഓരോരോ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, എങ്ങനെ സ്കോർ സ്കെൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വൃത്തിയായി ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ആവശ്യം there should not be any doubt. അതുപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. സോ എവരിബഡി ഷുഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഗോ ത്രൂ A to Z ഓഫ് ദാറ്റ് വെബ്സൈറ്റ്. പിന്നെ ഒരു കാര്യം, ഈ ടെസ്റ്റിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ID പ്രൂഫ് പാസ്പോർട്ടാണ്. സോ പാസ്പോർട്ട് നിർബന്ധമായിട്ടും വേണം.
ഈ ടെസ്റ്റിന് അപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ID പ്രൂഫ് ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു സാധനം പാസ്പോർട്ടാണ്. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു അപ്ലൈ ഫോർ US universities, ഫസ്റ്റ് തിങ് ഈസ് ഗെറ്റ് എ പാസ്പോർട്ട് ആസ് early as possible. ഇതാണ് ഒരു general overview. So we are going in detail to GRE general test. So GRE general testന്റെ ഒരു ഫീസ് ഏകദേശം $213 ആണ്. സോ ഇത് US ഡോളേഴ്സ് തന്നെ പേ ചെയ്യണം. സോ നമുക്കപ്പോൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ പോസിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്തിട്ട് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഒരു GRE ജനറലിന്റെ ടെസ്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാകെ മൊത്തം 6 പാർട്ടാണുള്ളത്. സോ ഈ 6 പാർട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനലിറ്റിക്കൽ റൈറ്റിംഗ് സെക്ഷൻ. സോ അതിൻ്റെ അകത്ത് 2 ടാസ്ക് റൈറ്റ് ചെയ്യാനുണ്ടാവും. 30 മിനിറ്റോളം നമുക്ക് ടൈപ്പ് ചെയ്തൊരു എസ്സേ പോലെ എഴുതണം. പിന്നെ ഒരു വെർബൽ റീസണിങ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. സോ അത് രണ്ട് സെക്ഷൻ ഉണ്ട്. അതുപോലെ വെർബൽ റീസണിങ്ങിന്റെ 2 സെക്ഷൻ ആണ് ഒരു 30 മിനിറ്റിന്. പിന്നെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെർബൽ റീസണിങ് ഇംഗ്ലീഷാണ്. ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്. ഒരു 10th ലെവൽ, നമ്മുടെ ഒരു 10th ലെവൽ മാത്സ് ആണ്. ഐ മീൻ ഒരു ബാങ്ക് എക്സാമിനൊക്കെ പോകുന്ന ആ ലെവലിലുള്ള ഒരു മാത്സ് ആണ്. ഒരു 35 മിനിറ്റ്സിനുള്ള ഇത് 2 സെക്ഷൻ. പിന്നെ ഒരു അൺസ്കോർഡ് സെക്ഷൻ ഉണ്ട്. ഈ അൺസ്കോർഡ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവരുടെ ഒരു ഫ്യൂച്ചർ റിസർച്ച് പർപ്പസിനുള്ളതാണ്. അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ പറയാം. സോ മൊത്തം നിങ്ങൾക്ക് 6 സെക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ആദ്യം വരുന്നത് നിങ്ങളുടെ എക്സാമിന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന അനലിറ്റിക്കൽ സെക്ഷൻ ആയിരിക്കും. സോ അനലിറ്റിക്കൽ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏത് സെക്ഷൻ വേണമെങ്കിലും ആവാം. വെർബലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവോ ആവാം. സോ ഇഫ് വെർബൽ ആണ് പിന്നെ വരുന്ന സെക്ഷൻ എങ്കിൽ ആ വെർബൽ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് സെക്ഷൻ ആണ്. സോ അനലിറ്റിക്കൽ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഫസ്റ്റ് സെക്ഷൻ, വെർബൽ സെക്കൻഡ് സെക്ഷൻ, ക്വാണ്ടിറ്റേറ്റീവ് തേർഡ് സെക്ഷൻ. ഇനിയിപ്പോൾ 4th സെക്ഷൻ വരുന്നത് പിന്നെയും വെർബൽ തന്നെയായിരിക്കും. 5th സെക്ഷൻ പിന്നെ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. 6th സെക്ഷൻ പിന്നെ വെർബൽ തന്നെ വരും. സോ ഇൻ ടോട്ടൽ യു വിൽ ബി റൈറ്റിംഗ് 1 അനലിറ്റിക്കൽ, 3 വെർബൽ ആൻഡ് 2 ക്വാണ്ടിറ്റേറ്റീവ്. ഇത് ഒരു കേസാണ്. സപ്പോസ് ഇനി വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അനലിറ്റിക്കലിന് ശേഷം ക്വാണ്ടിറ്റേറ്റീവ് വരാം. സോ ഇത് ഏത് ഓർഡറിൽ വേണമെങ്കിലും വരാം. സോ അനലിറ്റിക്കൽ ആദ്യം വരുന്നുള്ളത് ഫിക്സ്ഡ് ആണ്. സോ രണ്ടാമത് വരുന്നത് ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ അതനുസരിച്ച് ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. സോ അനലിറ്റിക്കൽ സെക്ഷൻ കഴിഞ്ഞ ശേഷം സെക്കൻഡ് ക്വാണ്ടിറ്റേറ്റീവ് വന്നു, 3rd വെർബൽ, 4th ക്വാണ്ടിറ്റേറ്റീവ്, 5th വെർബൽ, 6th ക്വാണ്ടിറ്റേറ്റീവ്, ഇങ്ങനെ വരും. സോ നിങ്ങൾ ഏത് സെക്ഷനാണ് 3 എഴുതുന്നത് അതില് ഇപ്പോ നിങ്ങൾ ഇപ്പൊ അനലിറ്റിക്കൽ കഴിഞ്ഞ് ആദ്യം വെർബലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വെർബൽ നിങ്ങൾ 3 സെക്ഷൻ എഴുതും. ഇപ്പൊ അനലിറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ് വരുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് നിങ്ങൾക്ക് 3 സെക്ഷൻ ഉണ്ടാവും. സോ ഇങ്ങനെ 3 സെക്ഷൻ, ഈ 3 സെക്ഷനിലെ ഏതോ ഒരെണ്ണം ടെസ്റ്റ് സെക്ഷനാണ്. അതായത് അത് വാല്യൂ ചെയ്യത്തില്ല. അത് ഏതാണെന്ന് നമുക്ക് ആർക്കും അറിയത്തുമില്ല. അത് കമ്പ്യൂട്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ നിങ്ങളപ്പോ ഈ എക്സാം ഫുള്ളും അൺസ്കോർഡ് സെക്ഷൻ, ഒരു സെക്ഷൻ അൺസ്കോർഡ് ആണെങ്കിൽ പോലും ഫുള്ളും എക്സാമിന് കൊടുക്കുന്ന ഈ എക്സാം സ്കോറിംഗ് ആണെന്നുള്ള രീതിയിൽ ഫുൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം എഴുതാൻ. പിന്നെ ഈ GRE ടെസ്റ്റിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ ലെവൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. സോ ഈ സെക്ഷൻ ലെവൽ അഡാപ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇപ്പോ അനലിറ്റിക്കൽ കഴിഞ്ഞ് ആദ്യം വരുന്നത് ഫസ്റ്റ് വെർബൽ സെക്ഷൻ ആണ്. സോ ആ ഫസ്റ്റ് വെർബൽ സെക്ഷൻ സപ്പോസ് നിങ്ങൾക്ക് പാടായിരുന്നു ആൻഡ് യു ഗോട്ട് ലോ മാർക്സ്. അങ്ങനെയാണെങ്കിൽ ആ വെർബൽ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം വരുന്ന വെർബൽ സെക്ഷൻ വളരെ എളുപ്പമായിരിക്കും. സോ ദാറ്റ് യു ക്യാൻ സ്കോർ ഹൈ മാർക്സ്. ഇനിയിപ്പോ ആദ്യം വന്ന വെർബൽ സെക്ഷൻ നിങ്ങൾക്ക് എളുപ്പമായിരുന്നുവെങ്കിൽ പിന്നെ വരുന്ന വെർബൽ സെക്ഷൻ പാടായിരിക്കും. ഇങ്ങനെ ഒരു സെക്ഷൻ ലെവൽ അഡാപ്റ്റേഷൻ ഉണ്ട്. ഇത് സിമിലർലി ക്വാണ്ടിറ്റേറ്റീവിനും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ആദ്യത്തെ ക്വാണ്ടിറ്റേറ്റീവ് എളുപ്പമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് പാടായിരിക്കും. ആദ്യത്തെ ക്വാണ്ടിറ്റേറ്റീവ് പാടാണെങ്കിൽ രണ്ടാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് എളുപ്പമായിരിക്കും. പക്ഷെ ഒരു വെർബൽ പാടായതുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് എളുപ്പമാവണം എന്നില്ല. അത് രണ്ടും സെപ്പറേറ്റ് ആണ്. ഇത് വെർബലിന് മാത്രമുള്ള ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മാത്രമുള്ള ക്രൈറ്റീരിയ ആണ്. സോ ഇങ്ങനെ ഒരു സെക്ഷൻ ലെവൽ അഡാപ്റ്റേഷൻ GRE ടെസ്റ്റിനുണ്ട്. ഓക്കെ, സോ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഇനി അടുത്തത്. സോ അനലിറ്റിക്കൽ റൈറ്റിംഗ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഞാൻ പ്രിപ്പയർ ചെയ്തത് മോസ്റ്റ്ലി യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് എങ്ങനെ അനലിറ്റിക്കൽ റൈറ്റിംഗ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത്. സോ അത് യു ക്യാൻ സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. ദർ ആർ ലോട്ട്സ് ഓഫ് വീഡിയോസ്. സോ അത് എങ്ങനെ പ്രിപ്പയർ നോക്കുക, അതിന്റെ സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്യുക. രണ്ടാമത്തെ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യൽ GRE ബുക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് സോൾഡ് എക്സാമ്പിൾസ് ഉണ്ടാവും. സോ ആ എക്സാമ്പിൾസ് നോക്കി അതിൻ്റെ അകത്ത് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അത് നോക്കി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് യു ഷുഡ് ടൈപ്പ് ഇൻ ദ കമ്പ്യൂട്ടർ. സോ അങ്ങനെ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. കാരണം ടൈപ്പിംഗ് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത സെക്ഷനാണ് വെർബൽ റീസണിങ്. സോ വെർബൽ റീസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. വേർ ദേ വിൽ ടെസ്റ്റ് ഹൗ നമ്മൾക്ക് എങ്ങനെ ഇംഗ്ലീഷിലെ വൊക്കാബുലറി പല സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യാൻ അറിയാമായിരിക്കും എന്നുള്ളതാണ് ഇവർ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നത്.
സോ ഇതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഈ വാക്കുകൾ കുറെ കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇത്. സോ ഈ GREക്ക് ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള വാക്കുകളെല്ലാം ചേർത്തിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, മഗൂഷ് ഫ്ലാഷ് കാർഡ്സ് എന്നാണ് അത് പറയാറ്. സോ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ സ്ലൈഡ് ഞാൻ ഓൾറെഡി ഡോക്ടർ അജേഷിനായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ എനിബഡി ഇൻട്രസ്റ്റഡ് ഹി വിൽ ഷെയർ ടു യു. ഓക്കെ, സോ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 1000 ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടാവും. അതിന്റെ അർത്ഥങ്ങളുണ്ട്. യു ഹാവ് ടു ബൈ ഹാർട്ട്. അത് എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ യു ഷുഡ് ബി നോയിങ് ഇറ്റ് വെരി വെൽ. പിന്നെ അത് ഈ വാക്കുകൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ഈ വാക്കുകൾ പഠിച്ചതിന് ശേഷം സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ ഒഫീഷ്യൽ GRE ബുക്കിനകത്ത്. അത് സോൾവ് ചെയ്യുക, പഠിക്കുക. പിന്നെ കാപ്ലാൻ GRE മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. ഈ GREക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരുതരം മെറ്റീരിയൽ, ഒരു ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ഓൺലൈൻ മെറ്റീരിയൽ ആണ്. സോ അതിലെയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു വഴി. പിന്നെ ഉള്ളത് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ആണ് പിന്നത്തെ ഒരു സെക്ഷൻ. സോ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് മാത്സ് ആണ്. സോ ഈ മാത്സിന്റെ അകത്ത് ചോദിക്കുന്ന ടോപ്പിക്കുകളെല്ലാം ഒഫീഷ്യൽ GRE ബുക്കിൽ എക്സാമ്പിളുകളും പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് A to Z ഒരെണ്ണം പോലും വിടാതെ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തതും അതിൻ്റെ അകത്ത് സോൾവ് ആയിട്ടുള്ളതും അൺസോൾവ് ആയിട്ടുള്ള എല്ലാം സോൾവ് ചെയ്യണം. പിന്നെ കാപ്ലാൻ GRE മെറ്റീരിയലിലുള്ള എല്ലാ മോക്ക് ആയിട്ടുള്ള പ്രോബ്ലങ്ങളും മോക്ക് ടെസ്റ്റുകളും ഉണ്ടാവും, പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ടാവും, എല്ലാം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയ്ക്കേ ഉള്ളൂ GRE പ്രിപ്പറേഷനുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. സോ ഇനി അടുത്ത ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ GREക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 2 ഫ്രീ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്. സോ ഈ 2 ഫ്രീ പ്രാക്ടീസ് ടെസ്റ്റ് എപ്പോൾ എടുക്കണം എന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് പ്രാക്ടീസ് ടെസ്റ്റ് എടുക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. ഈ ഫസ്റ്റ് റൗണ്ട് ഓഫ് പ്രിപ്പറേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ മഗൂഷ് ആപ്പിലുള്ള വേർഡ്സ് എല്ലാം ബൈ ഹാർട്ട് ആയിട്ട് ഒരു തവണ നമ്മൾ പഠിച്ചിരിക്കണം. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാത്സ് ടോപ്പിക്കുകളെല്ലാം ഒരു തവണ ഫുള്ള് കണ്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അനലിറ്റിക്കൽ റൈറ്റിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് പ്രാക്ടീസ് ടെസ്റ്റ് എടുക്കുന്നത്. ഈ പ്രാക്ടീസ് ടെസ്റ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, വേർ ആർ അവർ പ്രിപ്പറേഷൻ ഈസ് ലാക്കിംഗ്, അത് വീക്ക് പോയിന്റ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് വേണം നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, സോ രണ്ടാമത്തെ ടെസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഒരു 2 മുതൽ 3 ദിവസം മുമ്പ്, അതായത് GRE ജനറൽ ടെസ്റ്റിന് 2 മുതൽ 3 ദിവസം മുമ്പാണ് നമ്മൾ എടുക്കുന്നത്. സോ ഈ ഒരു ടെസ്റ്റിന്റെ കിട്ടുന്ന മാർക്കിന്റെ ഒരു +or-2 ആയിരിക്കും നമുക്ക് ഒറിജിനൽ GREക്ക് കിട്ടാൻ പോകുന്നത്. സോ അത് അത്രത്തോളം ആക്യുറേറ്റ് ആണ്. പിന്നെ നമുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും എന്താ പറയുക ഏറ്റക്കുറിച്ചുകൾ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രിപ്പറേഷൻ എന്തെങ്കിലും ലാക്കിംഗ് ഉണ്ടെങ്കിൽ അത് കവറപ്പ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഒരു പ്രത്യേക ശ്രദ്ധേണ്ട കാര്യം, പ്രാക്ടീസ് ടെസ്റ്റിന്റെ അകത്ത് ഈ അൺസ്കോർഡ് സെക്ഷൻ ഇല്ല. അതുകൊണ്ട് പ്രാക്ടീസ് സെക്ഷനിൽ നിങ്ങൾ ചിലപ്പോൾ 5 സെക്ഷനെ ഉത്തരം ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒറിജിനലി നിങ്ങൾക്ക് ഒറിജിനൽ GREയിൽ 6 സെക്ഷൻ ഉണ്ട്. അതായത് അതിൻ്റെ അകത്തൊരു അൺസ്കോർഡ് സെക്ഷൻ ഉണ്ട്. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാക്ടീസ് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ GRE എടുക്കാൻ പോകുന്ന അതേ സമയത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില ആൾക്കാർ, ഇപ്പോൾ ചിലവർക്ക് ഉച്ച കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഉറക്കം വരുന്ന ഒരു ഇതുണ്ടാവാം. രാവിലെ 11 മണിയാകുമ്പോഴത്തേക്കും ആൾക്കാർ ടയർഡ് ആവുന്നുണ്ടാവാം. സോ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ടെസ്റ്റ് എടുത്ത് അറിയണം. സോ ദെൻ ഓൺലി വി ക്യാൻ പ്ലാൻ അക്കോർഡിംഗ്ലി. സോ ഇതിനു വേണ്ടിയാണ് ആ GRE എടുക്കുന്ന അതേ സമയത്ത് തന്നെ ടെസ്റ്റ് എടുക്കാൻ ഞാൻ പറയുന്നത്. സോ എന്നാൽ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഒറിജിനൽ ടെസ്റ്റിൽ ഇന്ന സംഭവിക്കാം, ഇന്ന കാര്യം സംഭവിക്കാം. സോ ഐ ഹാവ് ടു ഡു അതർ തിങ്സ് ടു കവർ ഇറ്റ്. സോ അതിനുവേണ്ടിയാണ് നിങ്ങൾ GRE ടെസ്റ്റ് എടുക്കാൻ പോകുന്ന, ഒഫീഷ്യൽ GRE ടെസ്റ്റ് എപ്പോൾ എടുക്കാൻ പോകുന്ന അതേ സമയത്ത് തന്നെ പ്രാക്ടീസ് ടെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് മേക്ക് ദ സെയിം എൻവയോൺമെന്റ്. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ GSSന്റെ സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെർബൽ റീസണിങ്ങിൽ അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. സെയിം അനലിറ്റിക്കൽ റൈറ്റിംഗിൽ ഓൾസോ. അതൊരു ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ അനന്തമായ ഒരു ഭാഷയാണ്. സോ നമ്മളിപ്പോൾ 1000 വാക്ക് പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1001ാമത്തെ വാക്കുണ്ടാവും നമുക്കറിയാത്ത, അത് കൃത്യമായിട്ട് അവർ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. സോ കൂടുതൽ വാക്കുകൾ പഠിച്ച് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ മുഴുവൻ പഠിച്ച് പരീക്ഷ എഴുതാം എന്നുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. സോ മാക്സിമം 1000 വേർഡ്സ് ആ ഫ്ലാഷ് കാർഡിലുള്ള അത് മാത്രം പഠിക്കുക. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ പ്രാക്ടീസ് ടെസ്റ്റിലോ സാമ്പിൾ ക്വസ്റ്റിലോ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ അറിയാൻ പാടാത്ത വാക്കുകൾ എന്തെങ്കിലും അതുകൂടെ പഠിക്കുക. അതർ ദാൻ ദാറ്റ് ഡോണ്ട് സ്റ്റഡി എനി മോർ വേർഡ്സ്. പിന്നെ പ്രോബ്ലംസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അതാണ് അതിന്റെ ഒരു വേറൊരു വഴി. വെർബൽ റീസണിംഗ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത്. പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ് നമ്മുടെ മാത്സ് ആണ്.
നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം GR എഴുതുമ്പോൾ പൊതുവെ ദേ ആർ വെരി ക്വൈറ്റ് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. സോ മാത്സ് സ്കോർ കംപ്ലീറ്റ് 100 ഔട്ട് ഓഫ് 100, ഐ മീൻ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ നമ്മൾ എയിം ചെയ്യണം. ഇതാണ് നമ്മുടെ മാത്സിന്റെ സ്കോറാണ് നമ്മുടെ GRയുടെ മെയിൻ ഒരു തീരുമാനിക്കുന്ന എത്രത്തോളം എങ്ങനെ മാറും എന്നുള്ളത്. ഈ വെർബൽ സ്കോർ എല്ലാം ഒരു അത്ര വലിയ കാര്യമായിട്ടുള്ള മാറ്റം വരാൻ പോകുന്നില്ല. ഐ മീൻ ബിക്കോസ് വി ആർ നോട്ട് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ്, അതാണ് മെയിൻ കാരണം. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് നമ്മൾ വി ആർ വെരി ഗുഡ് അറ്റ് ഇറ്റ്. സോ ട്രൈ ടു സ്കോർ മാക്സിമം മാർക്സ് യു ക്യാൻ. അതിനു വേണ്ടി മാക്സിമം പ്രാക്ടീസ് പ്രോബ്ലംസ് ചെയ്യുക, സ്പീഡ് കൂട്ടുക, ഇതൊന്നും ചെയ്യാനുള്ളത്. പിന്നെ GR പ്രിപ്പറേഷൻ മെറ്റീരിയൽസ്, മാർഗോഷിന്റെ ഫ്ലാഷ് കാർഡാണ് ഇതിന്റെ ലിങ്കാണ് ഈ കേൾക്കുന്നത്. പിന്നെ ഒഫീഷ്യൽ GR പ്രിപ്പറേഷൻ മെറ്റീരിയൽ, കാപ്പലാൻ GR പ്രിപ്പറേഷൻ മെറ്റീരിയൽസ്. ഞാൻ പ്രിപ്പയർ ചെയ്ത മെറ്റീരിയലുകളും പിന്നെ എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ഡിസ്കസ് ചെയ്ത അവരുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് എല്ലാം ഞാൻ ഡോക്ടർ അജേഷിന്റെ കൊടുത്തിട്ടുണ്ട്. I have shared with him. So if anybody interested, you can get it from him. Okay, all these materials are there. പിന്നെ ഇനി അടുത്തത് GRE ടെസ്റ്റ് ഡേ. എന്താണ് നമ്മൾ GR ടെസ്റ്റ് ഡേ ചെയ്യുന്നത്? സോ GR ടെസ്റ്റ് പ്രധാനപ്പെട്ട ഒരു ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു 10 minutes ബ്രേക്ക് ഉണ്ട് ആഫ്റ്റർ ദ തേർഡ് സെക്ഷൻ. സോ ആ 10 minutes ബ്രേക്ക് വി ഹാവ് ടു യൂട്ടിലൈസ് ഇറ്റ് വെരി വൈസ്ലി. നമുക്കിപ്പോ നിങ്ങളിപ്പോ ഈ 10 minutes ബ്രേക്ക് എടുക്കുന്നത് ആഫ്റ്റർ 2 hours ഓഫ് ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റിൽ 2 മണിക്കൂർ ടെസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ ഈ ബ്രേക്ക് എടുക്കുന്നത്. സോ ഈ ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നല്ല സ്നാക്സോ വെള്ളം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാവുന്നത് അത് നിർബന്ധമായി കൊണ്ടുപോകണം. അപ്പോൾ ഇത് ടെസ്റ്റ് സെന്ററിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് സെന്ററിൽ ജോയിൻ ചെയ്തതിനു ശേഷം യു മേ ഹാവ് ടു ക്യാരി ദിസ് ടു ദ പർട്ടിക്കുലർ പ്ലേസ്. അത് നിങ്ങൾക്ക് ഒരു ലോക്കർ തരും. അപ്പോൾ ആ ലോക്കറിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ആ ലോക്കറിലോട്ട് നിങ്ങളുടെ ഫുഡ് ഐറ്റംസ് നിങ്ങൾ കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കൊണ്ടുപോയത് റെഡ് ബുള്ളും ചോക്ലേറ്റ്സ് ആണ്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെഡ് ബുൾ ചോക്ലേറ്റ്സും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഇറ്റ്സ് ലൈക്ക് ഒരു 100 watt ബൾബ് പോലെ കത്തി നിൽക്കും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതർവൈസ് യു വിൽ ബി വെരി ടയർഡ് ആൻഡ് ലാസ്റ്റ് സെഷൻ യു മേ മെസ്സപ്പ്. സോ നമുക്ക് ഈ ടെസ്റ്റിന്റെ ഫുൾ ആയിട്ടുള്ള സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ഫുള്ളി ആക്റ്റീവ് ആയിരിക്കണം. സോ അപ്പൊ അത് ഈ കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഏത് ഭക്ഷണം കഴിച്ചാലാണ് നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതെല്ലാം നിങ്ങളുടെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ലൈക്ക് ഏത് ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതും സോ ദാറ്റ് യു വിൽ സ്റ്റേ അപ്പ് എന്നുള്ളത് നിങ്ങൾ ആ പ്രാക്ടീസ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ ടെസ്റ്റ് സെന്ററിൽ കുറച്ച് നേരത്തെ ചെല്ലുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ടെസ്റ്റ് തുടങ്ങാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്രൗഡിങ് ഒഴിവാക്കും. ഐ മീൻ നിങ്ങൾ ആ ഇന്റർവെലിന് പുറത്തിറങ്ങുമ്പോൾ ഉള്ളാവുന്ന ക്രൗഡിങ് കുറയ്ക്കാം. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ടെസ്റ്റ് അവർ ഒരു ചോയ്സ് ഉണ്ട്. യു ഹാവ് ടു either റിപ്പോർട്ട് ഓർ ക്യാൻസൽ ദ സ്കോർസ്. സോ നമ്മൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ക്ലിക്ക് ചെയ്യണം. ക്യാൻസൽ ദ സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര എഴുതിയ ടെസ്റ്റും അതങ്ങനെ ക്യാൻസൽ ആവും. സോ ഇറ്റ് ബിക്കം ഇൻവാലിഡ്. അപ്പോൾ ആ ടെസ്റ്റിന് ഒരു ഉപകാരമില്ലാണ്ടായിപ്പോൾ. സോ അത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സ്കോർ കാണാൻ പറ്റത്തുള്ളൂ. സോ റിപ്പോർട്ടിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഈ വെർബൽ റീസണിങ്ങിലും ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്ങിനെയും സ്കോർ അവിടെ ടെസ്റ്റ് സെന്ററിൽ തന്നെ വെച്ച് കാണാൻ പറ്റും. അനലിറ്റിക്കൽ റീസണിങ്ങിന്റെ സ്കോർ നമുക്ക് കാണാൻ പറ്റില്ല. അത് ഒരു 6 ദിവസത്തിന് ശേഷമാണ് അത് ഓൺലൈനിലായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടെ പോസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ GRE സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ സ്കോർ റിപ്പോർട്ടിങ്ങിന് SE കൊടുത്തതിന് ശേഷം, അതായത് എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് 4 യൂണിവേഴ്സിറ്റിയിലോട്ട് ഫ്രീ ആയിട്ട് സ്കോർ സെൻഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ ആ 4 യൂണിവേഴ്സിറ്റി ഏതാന്നുള്ളത് നിങ്ങൾ ആ ടെസ്റ്റ് സെന്ററിൽ തന്നെ വെച്ച് കൊടുക്കണം. സോ അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് യു ഹാവ് ടു ഫൈനലൈസ് 4 യൂണിവേഴ്സിറ്റി ദാറ്റ് യു ആർ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യുന്നത്. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതിനറിയാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേരും അവരുടെ കോഡും, ഐ മീൻ യൂണിവേഴ്സിറ്റിക്ക് ഓരോ കോഡ് ഉണ്ട്, അത് ആ യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേഷൻ അഡ്മിഷൻ പോർട്ടലിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ കാണാതെ അറിയായിരിക്കണം. സോ ദാറ്റ് യു ക്യാൻ ഈസിലി ഫൈൻഡ് ദ യൂണിവേഴ്സിറ്റീസ് ആൻഡ് സെൻഡ് ദ സ്കോർസ്. ഓക്കെ, ഇത്തരം കാര്യമാണ് ടെസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ ഇനിയിപ്പോൾ GRE സ്കോറുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 170 ആണ് വെർബൽ സ്കോർ, ക്വാണ്ടിറ്റേറ്റീവ് 170 ആണ്. അപ്പൊ അങ്ങനെ ടോട്ടൽ ക്വാണ്ടിറ്റേറ്റീവ് വെർബൽ 340 ആണ്. അനലിറ്റിക്കൽ റൈറ്റിംഗിന്റെ മാക്സിമം സ്കോർ 6 ആണ്. സോ ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. സോ ഏതാണ് ഒരു നല്ലൊരു GRE സ്കോർ? 320 മേലെ ക്വാണ്ടിറ്റേറ്റീവ് പ്ലസ് വെർബൽ ഉണ്ടെങ്കിൽ അത് വളരെ നല്ല സ്കോർ ആയിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റീസിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാം ഒരു ബുദ്ധിമുട്ടില്ലാതെ, പ്രൊവൈഡഡ് നമ്മുടെ CV SOP എല്ലാം ആ ഒരു സ്റ്റാൻഡേർഡ് പുലർത്തുവാണെങ്കിൽ. ഒരു 310 to 320 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നല്ലതാണ്. എൻ്റെ ആ ഒരു ബാൻഡിലായിരുന്നു. ബട്ട് ഇഫ് യുവർ SOP ആൻഡ് റെക്കമെൻഡേഷൻസ് എല്ലാം നല്ലതാണെങ്കിൽ യു ക്യാൻ സ്റ്റിൽ അപ്ലൈ ടു ടോപ്പ് യൂണിവേഴ്സിറ്റീസ്.
302 310 യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾ സ്കോർ ചെയ്യെങ്കിൽ വിത്തിൻ ടോപ്പ് 60 അപ്ലൈ ചെയ്യുന്നത് ഐ വോണ്ട് അഡ്വൈസ്. ബിക്കോസ് GRE അവർ ചിലപ്പോൾ ഒരു കട്ട് ഓഫ് ചില യൂണിവേഴ്സിറ്റീസ് വെക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞു കേട്ടുള്ള അറിവാണ്. ഐ മീൻ എന്റെ സീനിയേഴ്സ് ഒക്കെ ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് ഒരു 60 വിത്തിൻ 60 റാങ്കിങ്ങിന് അപ്ലൈ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ബട്ട് യു ക്യാൻ അപ്ലൈ വിത്തിൻ ദ 60 to 100 റാങ്കിങ്സ് ഏത് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാം. പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ SOPയും റെക്കമെൻഡേഷനും നല്ല സ്ട്രോങ് ആയിരിക്കും. സ്കോർ 305 താഴെയാണെങ്കിൽ you may have to repeat. So repeat the GR test and you can apply after 21 days. So ഇതാണ് ഇത്രയാണ് ജനറൽ GREയുടെ ഒരു പ്രിപ്പറേഷൻ ആൻഡ് എവരിതിങ്. ഇനി അടുത്തത് സബ്ജക്ട് GRE ആണ്. സബ്ജക്ട് GRE $150 ആണ് ഫീസ്. ഇതാണ് എൻ്റെ ലിങ്ക്. ഇത് ഇന്ത്യയിൽ ഈ വർഷം നടക്കുന്ന October 23 ആണ്. ഈ ഒരൊറ്റ ഡേറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ അടുത്ത ഡേറ്റിന് അടുത്ത വർഷമാണ്. പിന്നെ ഇതിന്റെ നിയറസ്റ്റ് സെന്റർ കോയമ്പത്തൂരാണ്, പിന്നെ ഉള്ളത് ബാംഗ്ലൂരാണ്. കേരളത്തിൽ സെന്റർ ഇല്ല. പക്ഷേ നമ്മുടെ ജനറൽ GRE കേരളത്തിൽ സെന്റർ ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്. ട്രിവാൻഡ്രത്താണെങ്കിൽ ജനറൽ GREയുടെ കാര്യമാണ്. ട്രിവാൻഡ്രത്താണെങ്കിൽ നമ്മുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് ഓപ്പോസിറ്റ് ആണ് സെന്റർ. സോ ഈ ജനറൽ GREക്ക് നേരത്തെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മളിപ്പോൾ കോയമ്പത്തൂർ സെന്ററിലും എല്ലാം ഈ നമ്പർ ഓഫ് സീറ്റ്സ് ഫിക്സ്ഡ് ആണ്. സോ അത് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു മേ നോട്ട് ബി ഏബിൾ ടു അപ്ലൈ. സോ ആസ് ഏർലി ആസ് പോസിബിൾ അപ്ലൈ ചെയ്യുക. പിന്നെ അടുത്തുള്ളത് ബാംഗ്ലൂരാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സബ്ജക്ട് GREക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ ഈ 4 യൂണിവേഴ്സിറ്റി ഏതാണെന്ന് കൊടുക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് യു ക്യാൻ സെൻഡ് സ്കോർസ് ഫ്രീലി. സോ 4 യൂണിവേഴ്സിറ്റി ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ കടമ്പ ഇൻ ദ എൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്. സോ ഇനി സബ്ജക്ട് GREക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ സിലബസും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം വെബ്സൈറ്റിലുണ്ട്. ലിങ്കിൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സാമ്പിൾ പേപ്പേഴ്സും അതിൽ സിലബസും അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സാമ്പിൾ പേപ്പേഴ്സ് ഇഷ്ടം പോലെ ബ്രൗസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എല്ലാ ഇതും. സോ അത് മാക്സിമം സോൾവ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ സിലബസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. സിലബസിന്റെ പുറത്തുള്ള ഒരു കാര്യം പോലും ചോദിക്കത്തില്ല. പിന്നെ ഈ GREയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിടക്കുന്ന ആ സാമ്പിൾ പേപ്പറിലെ മോഡലും പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഒറിജിനൽ സബ്ജക്ട് GREയിൽ വരത്തുള്ളൂ. സോ ആ രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. അതിനപ്പുറത്തേക്കുള്ള ഒന്നും ചോദിക്കത്തില്ല. ദെൻ സബ്ജക്ട് GREയുടെ ഒരു ഗുഡ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 850 അബവ് ആണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഫിസിക്സിന് വളരെ നല്ലതാണ്. ഐ മീൻ 850 അബവ് എങ്കിലും വേണം. 850 എങ്കിലും വേണം. ബിക്കോസ് ദ പീപ്പിൾ അപ്ലൈയിങ് ഫോർ ഗ്രാഡ് സ്കൂൾസ് ഹാവ് വെരി ഗുഡ് സ്കോർസ്. കെമിസ്ട്രി ആണെങ്കിൽ ഒരു പെർസെൻറ്റേജ് ഒരു 85% മേലെ, അത് നല്ല സ്കോറായിട്ടാണ് കണക്കാക്കാറ്. പിന്നെ മാത്സിന്റെ ആണെങ്കിലും ഒരു 850 or 85% എന്ന് കണക്കാക്കാം. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി മാത്സ് ഫ്രണ്ട്സ് ഹു അപ്ലൈഡ് ഫോർ ഗ്രാഡ് പ്രോഗ്രാമിംഗ് US. സോ അതുകൊണ്ട് എനിക്ക് അതിന്റെ കൃത്യം ഡീറ്റെയിൽസ് അറിയത്തില്ല. ബട്ട് ഒരു റൂളർ വെച്ച് പോവുകയാണെങ്കിൽ ഒരു 85% അബവ് നന്നായിരിക്കും. സോ നെക്സ്റ്റ് ഈസ് TOEFL എക്സാം. സോ TOEFL എക്സാം നമ്മൾ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്ന് പ്രൂവ് ചെയ്യാനാണ്. സംസാരിക്കാനും അതിന്റെ ഭാഷ ഉപയോഗിക്കാനും അറിയാമെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അതിന് നമ്മൾ എടുക്കേണ്ടത് TOEFL IBT ഓർ ഇന്റർനെറ്റ് ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ളതാണ്. സോ നിങ്ങൾ വെബ്സൈറ്റിൽ പോകുമ്പോൾ ഒരുപാട് TOEFL എക്സാംസ്, പലതരത്തിലുള്ള TOEFL എക്സാംസ് കൊടുത്തിട്ടുണ്ടാവും. സോ യു ഷുഡ് ഓൾവേസ് ചൂസ് ദ TOEFL IBT എക്സാം. സോ അതിന്റെ ഫീസ് $185 ആണ്. എക്സ്ട്രാ ആണെങ്കിൽ നിങ്ങൾ അത് പിന്നെ എക്സ്ട്രാ സ്കോർ സെൻഡ് ചെയ്യാനായിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും 20 കൊടുക്കേണ്ടി വരും. പിന്നെ ഈ എല്ലാ എക്സാംസിനും പാസ്പോർട്ടാണ് ഓൺലി ഒഫീഷ്യൽ ID, അക്സെപ്റ്റ് ആയിട്ടുള്ള ID. സോ പാസ്പോർട്ട് എടുക്കാൻ നിർബന്ധമായിട്ടും. പിന്നെ TOEFL എക്സാംസ് 4 സെക്ഷൻസ് ആണുള്ളത്: റീഡിംഗ്, ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, TOEFL എക്സാമിനും നിങ്ങൾക്ക് 4 സ്കോർ ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്യാം. സോ ഈ 4 സ്കോർ ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ എക്സാം നടക്കുന്നതിന്റെ തലേദിവസം വരെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. സോ GREയിലൊക്കെ ആണെങ്കിൽ ഓരോ എക്സാമിനും ഓരോ രീതിയിലാണ് ഇത് കൊടുക്കുന്നത്, ഡെഡ് ലൈൻ. സോ ഈ TOEFL എക്സാമിന്റെ ആണെങ്കിൽ നിങ്ങൾ TOEFL എക്സാം ഇപ്പൊ നാളെയാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ ഇന്ന് രാത്രി 10 മണി വരെ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുക്കാം. സോ അങ്ങനെയാണ് ഇതിന്റെ ഇത്. സോ ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്ത 4 യൂണിവേഴ്സിറ്റി GREക്ക് കൊടുത്ത് അത് തന്നെയായിരിക്കും TOEFLനും കൊടുക്കുന്നത്. ഓക്കെ. സോ ഇനി എങ്ങനെയാണ് TOEFL പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. TOEFLനെ പ്രിപ്പയർ ചെയ്യേണ്ട പറ്റിയ എല്ലാ ഡീറ്റെയിൽസും ആ വെബ്സൈറ്റിൽ തന്നെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഗോ ത്രൂ ഇറ്റ് ആൻഡ് ഗോ ത്രൂ ദ വെബ്സൈറ്റ് A to Z. അത് നിർബന്ധമാണ്. പിന്നെ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്ത് കുറെ കൂടി ഒരു യൂട്യൂബ് വീഡിയോസ് നോക്കിയാണ്. സോ യു ഓൾസോ ക്യാൻ ഗോ ത്രൂ യൂട്യൂബ് വീഡിയോസ് ആൻഡ് സീ വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ഇൻ ഈച്ച് സെക്ഷൻ. ഓരോ സെക്ഷനിലും ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള എല്ലാം വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ ആ രീതിയിലുള്ള പ്രിപ്പയർ ചെയ്യാം.
സോ ഇഫ് യു ആർ കൺസിഡർ കമ്മിങ് ടു സ്പീക്കിംഗ് സെക്ഷൻ, സോ സ്പീക്കിംഗ് സെക്ഷൻ ആണ് ഒരുമാതിരിപ്പെട്ട നമ്മളെ ഇന്ത്യൻസുള്ള എല്ലാവർക്കും ടഫ് ആയിട്ടുള്ള സ്കോർ ചെയ്യാൻ പാടായിട്ടുള്ള സെക്ഷൻ. സോ ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ യൂട്യൂബിൽ ഇത് ഈ സ്പീക്കിങ്ങിന്റെ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ള യൂട്യൂബിൽ വീഡിയോസ് ധാരാളം ഉണ്ട്. സോ ആ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് പഠിക്കുക, അതിന് എങ്ങനെ ഉത്തരം എഴുതുക എന്നുള്ള സ്ട്രാറ്റജിയും യൂട്യൂബിൽ തന്നെയുണ്ട്. സോ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പിന്നെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്താണ് പ്രിപ്പയർ ചെയ്യാൻ. സോ യു ഗോട്ട് എ ക്വസ്റ്റ്യൻ, സോ യു റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ ഫോൺ, എന്നിട്ട് നിങ്ങൾ തന്നെ കേട്ടു നോക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങളത് വൃത്തിയായിട്ട് ക്ലിയർലി ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടോ സംസാരിക്കുമ്പോൾ, പിന്നെ എന്താ പറയുക ഫാസ്റ്റായി പോകുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയും പിന്നെ സ്പീക്കർ റെക്കോർഡ് ചെയ്യുക, അങ്ങനെ വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ അതിനുവേണ്ടിയുള്ള ഒരു ആപ്പിന്റെ ലിങ്ക് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ടോഫൽ സ്പീക്കിംഗ് എന്നുള്ളതാണ്. യു ക്യാൻ നിങ്ങൾ ഈ ലിങ്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പ് കിട്ടും. ദിസ് വൺ വെരി ഗുഡ് ആപ്പ്, വെരി ഗുഡ് ആപ്പ് ഫോർ പ്രിപ്പയറിംഗ് ഫോർ ടോഫൽ, പർട്ടിക്കുലർ ഫോർ സ്പീക്കിംഗ്. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ മലയാളം സംസാരിക്കുന്നത് കുറെ കൂടി ഫാസ്റ്റ് ആണ്. ഐ മീൻ അത് നമ്മുടെ മലയാളം ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകതയാണ്. സോ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മലയാളം ലാംഗ്വേജിന്റെ ആ ഒരു ആക്സെന്റ് കീപ്പ് ചെയ്യും. സോ നമ്മളപ്പോൾ ഇംഗ്ലീഷ് അതേ ആക്സെന്റ് സ്പീഡിൽ സംസാരിക്കും. സോ അത് ചിലപ്പോൾ ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കറിന് ചിലപ്പോൾ മനസ്സിലാവാൻ പറ്റില്ല എന്ന് ഇരിക്കാം. സോ ഈ ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ സംസാരിക്കുമ്പോഴും ഇവിടെ എൻ്റെ കൊളീഗ്സ് പറയാറുണ്ട്. ഈവൻ പിന്നെ ഞാൻ ഇവിടെ ടീ എടുത്തപ്പോഴും എൻ്റെ സ്റ്റുഡൻസ് പറയുന്നത് ഐ എം സ്പീക്കിംഗ് ഇംഗ്ലീഷ് വെരി ഫാസ്റ്റ്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഇതേ കാര്യം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും കേട്ടിട്ടുണ്ട്, മലയാളരായിട്ടുള്ള വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ടീ എടുക്കുന്നതും കേട്ടിട്ടുണ്ട്. സോ നമുക്ക് തോന്നും നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുമ്പോൾ വി ആർ ആക്ച്വലി ദെയർ ഇംഗ്ലീഷ് ഈസ് ഫാസ്റ്റ് എന്നായിരിക്കും നമുക്ക് തോന്നുന്നത്. അത് നമ്മുടെ ഒരു പ്രോബ്ലം ആണ്. നമുക്കത് കൃത്യമായിട്ട് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് അല്ലാത്തതുകൊണ്ട്. ബട്ട് വെൻ വി സ്പീക്ക് നമ്മൾ കുറെ കൂടി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് ബിക്കോസ് ഓഫ് അവർ മലയാളം ആക്സെന്റ്. സോ അത് ഈ ഒരു ആക്സെന്റ് നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗിൽ വരുമ്പോൾ ദറ്റ് മേ അഫക്ട് യുവർ സ്കോർസ്. സോ ട്രൈ ടു സ്പീക്ക് ഇംഗ്ലീഷ് വെരി സ്ലോ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അത് ക്ലിയർ ആയിട്ടും എംഫസൈസ് കൊടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. വെൻ ഐ സ്പോക്ക്, ഞാൻ ടോഫൽ എക്സാം കൊടുത്തപ്പോൾ സംസാരിച്ച് ഭയങ്കര ഫാസ്റ്റ് ആയി പോയി എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. സോ സ്പീക്കിങ്ങിൽ അപ്പോൾ ചെറിയ മാർക്ക് സ്കോർ കുറവായിരുന്നു. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ് ആസ് വെൽ. സോ ഇനി അടുത്ത് ലിസണിങ് സെക്ഷൻ ആണ്. സോ ലിസണിങ് സെക്ഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ആക്ച്വലി പ്ലേ സം പാരഗ്രാഫ്. ആരെങ്കിലും ഒരാൾ ഒരു പാരഗ്രാഫ് റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൺവെർസേഷൻ പ്ലേ ചെയ്യും. സോ അപ്പോൾ നമ്മൾ അത് ഈ കോൺവെർസേഷൻ ഇത് പ്ലേ ചെയ്തതിന് ശേഷം, ഇത് കോൺവെർസേഷൻ ഒരു 1 minute or 2 minutes, സംടൈംസ് 3 minutes, ചിലപ്പോൾ 5 minutes ഉള്ള കോൺവെർസേഷൻ ആയിരിക്കും. സോ ഇത് പ്ലേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉത്തരം MCQ ആണ്. സോ അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ എല്ലാ ഇൻഫർമേഷൻ നമുക്ക് അറിയണമെന്നുണ്ടാവില്ല. സോ അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ എപ്പോഴും ആ സമയത്ത് ഒരു പേനയും ഒരു പെൻസിലും പേപ്പറും തോന്നുന്നുണ്ടാവും ഫോർ ദ എക്സാം. സോ റൈറ്റ് ഡൗൺ, മേക്ക് നോട്ട്സ് ഓഫ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. അതിനെപ്പറ്റി നോട്ട് ഉണ്ടാക്കുക. അപ്പൊ ഏറ്റവും നല്ല നോട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഏറ്റവും വൃത്തിയായ ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും. ആ നോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതുന്നത്. സോ നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ലിസണിങ് സെക്ഷൻ്റെ ഒരു പ്രധാന ടാസ്ക്. റൈറ്റിംഗ് സെക്ഷൻ ആണെങ്കിൽ റൈറ്റിംഗ് രണ്ട് തരത്തിലുള്ള രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റിംഗിന് വരുന്നത്. അതേതാണെന്നുള്ളത്, അതെന്ത് ടൈപ്പ് ആണെന്നുള്ളതും അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന യൂട്യൂബ്സ് വീഡിയോസ് ഉണ്ട്. യു ക്യാൻ സീ ആൻഡ് പ്രിപ്പയർ. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റിംഗ് നമ്മൾ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുകയാണ്. സോ ടൈപ്പിംഗ് സ്കിൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ യു പ്രിപ്പയർ അക്കോർഡിംഗ്ലി ബൈ ടൈപ്പിംഗ് ഇൻ കമ്പ്യൂട്ടർ. റീഡിംഗ് സെക്ഷൻ, ഇറ്റ്സ് വൺ ഓഫ് ദ വെരി ഈസി സെക്ഷൻ ഇൻ ദ ടോഫൽ. സോ ഇത് യൂട്യൂബിൽ നിന്ന് നോർമൽ ബ്രൗസിംഗ് വഴി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഈ ടോഫലിന് മാക്സിമം സ്കോർ കിട്ടാൻ വേണ്ടി ഉള്ളത് എന്ന് വെച്ചാൽ മാക്സിമം പ്രാക്ടീസ് എവറി സെക്ഷൻ ആൻഡ് എവറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. സോ ടോഫലിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോസ് നോർമൽ പ്രൈസിംഗ് ആണ്. സ്പീക്കിങ്ങിന് വേണ്ടിയുള്ള ഈ ആപ്പാണ്. ആ ആപ്പിന്റെ ലിങ്ക് ഇവിടെ ഉണ്ട്. ടോഫൽ സ്പീക്കിംഗ് എന്നാണ് എൻ്റെ ആപ്പിന്റെ പേര്. ദെൻ ടോഫൽ ഒഫീഷ്യൽ ടോഫൽ പ്രിപ്പറേഷൻ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ടോഫൽ പ്രാക്ടീസ് ടെസ്റ്റ് ഓൾറെഡി നമ്മുടെ ETS അവർ ETSന്റെ വെബ്സൈറ്റിലുണ്ട്. ഐ മീൻ ദ ഗൈസ് ഹു കണ്ടക്ട് ദ ടോഫൽ ടെസ്റ്റ്. സോ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ടു ഗെറ്റ് എ ഫീലിംഗ്. പിന്നെ ടോഫൽ ഫ്രീ ടോഫൽ ആപ്സ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇഷ്ടം പോലെ ഉണ്ട്. സോ യു ക്യാൻ ചൂസ് എനി ആപ്സ് ആൻഡ് ലേൺ പ്രാക്ടീസ്. ഓക്കെ. സോ ഇനി അടുത്തത് ടോഫൽ ടെസ്റ്റ് ഡേയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ടോഫൽ ടെസ്റ്റ് ഡേയിലും ട്രൈ ടു കം ടു എക്സാം വെരി early so that you can start the TOEFL exam very early. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മുന്നേ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ അവരുടെ സ്പീക്കിംഗ് സെക്ഷന്റെ സമയത്തായിരിക്കും നിങ്ങളുടെ ലിസണിങ് സെക്ഷൻ. സോ ആൾക്കാരെ സ്പീക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലിസണിങ്ങിൽ ഒന്നും കേൾക്കത്തില്ല. ആ ഒരു എന്താ പറയുക, ഈ നോയിസ് ക്യാൻസലിങ്ങും അങ്ങനെയുള്ള ഹെഡ്സെറ്റ് ഒന്നും അല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ അങ്ങനെ വരുമ്പോൾ വേറെ ആൾക്കാരുടെ സ്പീക്കിംഗ് ആൻഡ് സ്പീക്കിംഗ് ആൾക്കാർ ഭയങ്കര ഹൈ ആയിട്ടായിരിക്കും അപ്പുറം വേറെ എടുക്കുന്ന ആൾക്കാരൊക്കെ സ്പീക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ലിസണിങ് ചിലപ്പോൾ വൃത്തിയായി കേൾക്കാതെ വരാം. സോ യു മേ ലൂസ് പോയിന്റ്സ് ഇൻ ലിസണിങ്. സോ അതുകൊണ്ടാണ് യു ഷുഡ് കം early and start the exam so that you are listening and their speaking does not coincide. Pinne there is also a 10 minutes break. Bring some food to stay energetic for that in that period. Pinne so idana ande oru break up. So reading section ഇത് ഒരു റീഡിംഗ് ആയിരിക്കും ആദ്യം, പിന്നെ ലിസണിങ്, പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക്, പിന്നെ സ്പീക്കിംഗ്, പിന്നെ റൈറ്റിംഗ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടാസ്ക്. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ടെസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഇവിടെയും ചോദിക്കും നിങ്ങൾക്ക് സ്കോർ വേണോ വേണ്ടതെന്നുള്ളത്. നിങ്ങൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ തന്നെ റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും സ്കോർ കാണാൻ പറ്റും, ബിക്കോസ് അത് MCQ ആയതുകൊണ്ടാണ്. ബാക്കി രണ്ടും നിങ്ങൾക്ക് ഒരു 6 ദിവസത്തിന് ശേഷമേ കാണാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇറ്റ് വിൽ കം. ഓൾവേസ് റിപ്പോർട്ട് ദ സ്കോർ. പിന്നെ ഒരു ഗുഡ് ടോഫൽ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടോഫൽ എക്സാമിനകത്ത് ഓരോ സെക്ഷനും 30 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. സോ ഇൻ ടോട്ടൽ 120 മാർക്സ്. സോ ഓവറോൾ ടോഫൽ സ്കോർ ഒരു 100 എബോവ് ആണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേഴ്സ് വെരി ഗുഡ്. ആ 100 വേണം. പിന്നെ ഈ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിന് പല കട്ട് ഓഫ് ആണ്. അത് ഓരോ യൂണിവേഴ്സിറ്റിയിലെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ള അവരെ അഡ്മിഷൻ പേജ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ PhD ചെയ്യുന്ന യൂണിവേഴ്സിറ്റി റഗ്ഗേഴ്സ് യൂണിവേഴ്സിറ്റിയിലെ കട്ട് ഓഫ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ്, ഈ യൂണിവേഴ്സിറ്റി എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടിയിരുന്നു. സോ ഈ യൂണിവേഴ്സിറ്റിയിലെയും കട്ട് ഓഫ് ഇങ്ങനെയാണ് 96. അവർക്ക് ഓവറോൾ വേണം, പക്ഷെ ഇൻഡിവിജ്വലി അവർക്ക് ഇങ്ങനെ കട്ട് ഓഫ് വേണം. സോ അപ്പോൾ ട്രൈ ടു സ്കോർ 24 ഫോർ സ്പീക്കിംഗ് ആൻഡ് 24 to 26 ഫോർ റൈറ്റിംഗ്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കിങ്ങിന്റെ സ്കോർ അവർ ചിലപ്പോൾ വളരെ നിർബന്ധമായിട്ട് കട്ട് ഓഫ് മീറ്റ് ചെയ്യേണ്ട സാധനം സ്പീക്കിങ്ങിന്റെ സ്കോറാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ TA ചെയ്യാനുള്ളതാണല്ലോ. ഐ മീൻ യുവർ ഫണ്ടിങ് കംസ് ടു TA. സോ യു ഹാവ് ടു ടീച്ച് ദ ഇയർ. അണ്ടർഗ്രാഡ്സിന് നമുക്ക് ഇവിടെ ടീച്ച് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അണ്ടർഗ്രാഡ്സ് ചിലപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാം, ഡിപ്പാർട്ട്മെന്റിനെ കംപ്ലൈൻറ്റ് ചെയ്യും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരാം. സോ അതുകൊണ്ട് യൂണിവേഴ്സിറ്റീസ് ആർ മോർ ഓർ ലെസ് വെരി സ്ട്രിക്റ്റ് വിത്ത് സ്പീക്കിംഗ് സ്കോർ. ചിലപ്പോൾ അവർ ചില വേവേഴ്സ് ഒക്കെ തരാറുണ്ട്. സോ ദാറ്റ് യു ഹാവ് ടു കോൺടാക്ട് ദ ഗ്രാജുവേറ്റ് കോർഡിനേറ്റർ. ഓക്കെ. സോ ഇനി ഇതൊരു ടൈം ലൈൻ എങ്ങനെയൊക്കെയാണ് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഒരു ഫീസിബിൾ ടൈമിങ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റിനുള്ള രജിസ്ട്രേഷനുള്ള ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോടെ തീർക്കണം. അറ്റ്ലീസ്റ്റ് GREയും ഫസ്റ്റ് വീക്കോടെ തന്നെ തീർക്കണം എല്ലാം. പിന്നെ GRE ജനറൽ ടെസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ ഒരു പകുതിയോടെ എടുക്കാൻ പറ്റുവാണെങ്കിൽ യു ഹാവ് 1.5 months ടു പ്രിപ്പയർ. പിന്നെ സബ്ജക്ട് GRE ഒരു ഒക്ടോബർ, അതിന്റെ ഡേറ്റ് 23 ആണ്, അത് ഓൾറെഡി ഡിക്ലെയർഡ് ആണ്. പിന്നെ ടോഫൽ നവംബർ ഫസ്റ്റ് വീക്കിന് മുന്നേ എപ്പോഴെങ്കിലും ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ഒരു ഫീസിബിലിറ്റി അനുസരിച്ച്. ടോഫൽ പ്രിപ്പയർ ചെയ്യാൻ 2 ആഴ്ച മതി നോർമലി. ഇപ്പോൾ ഇഫ് സംബഡി ഹു ആർ വെരി പ്രൊഫഷണൽ ഇൻ ഇംഗ്ലീഷ് ഒരാഴ്ചയൊക്കെ വളരെ ധാരാളമായിരിക്കും. പിന്നെ ഇത് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നവംബർ സെക്കൻഡ് വീക്കോട് കൂടി എല്ലാ ടെസ്റ്റ് സ്കോറും റെഡി ആയിരിക്കണം. ഐ മീൻ ഇറ്റ് ഷുഡ് ബി ഇൻ യുവർ ഹാൻഡ്. പിന്നെ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമലി ഒരു December 1 ആണ്. December 1 ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസിന്റെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ആയിരിക്കും. പിന്നെ ഒരു നെക്സ്റ്റ് സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ വരുന്നത് അറൌണ്ട് December 15 ആണ്. പിന്നെ ചില യൂണിവേഴ്സിറ്റീസിന്റെ ഇറ്റ് വിൽ ഗോ ടു January, then February, അങ്ങനെ പോകുന്നുണ്ട്. ഒരു മെജോറിറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഡെഡ് ലൈൻസ് ഹാപ്പൻസ് ഇൻ December 1 and December 15. സോ എക്സാക്ട് ഡെഡ് ലൈൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക. സോ ഇനി അടുത്തതാണ് ഹൂ ഷുഡ് ബി യുവർ റെക്കമെൻഡേഴ്സ്. സോ നിങ്ങളുടെ മാസ്റ്റർ തീസിസ്ക്കായിട്ട് നിങ്ങളുടെ റെക്കമെൻഡർ ആയിരിക്കണം എപ്പോഴും. ബിക്കോസ് ആ തീസിസ് ഗൈഡിന്റെ അണ്ടറിലായിരിക്കുമല്ലോ നിങ്ങളൊരു തീസിസ് പ്രൊജക്ട് ചെയ്തത്. സോ ഹിസ് റെക്കമെൻഡേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് പീപ്പിൾ വാല്യൂ ഹിസ് റെക്കമെൻഡേഷൻ മോസ്റ്റ്. പിന്നെ ഉള്ള മൈനർ തീസിസ്, അതായത് ഇപ്പോൾ നിങ്ങൾ സബ്ബായിട്ട് ഇപ്പോൾ ഫിസിക്സ് എടുത്തിട്ട് കെമിസ്ട്രി സബ്ബായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സബ്ബായിട്ട് എന്തെങ്കിലും പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൈഡിന്റെ ഷുഡ് ബി വൺ ഓഫ് യുവർ റെക്കമെൻഡേഷൻ. പിന്നെ നിങ്ങൾ സമ്മർ ഇന്റേൺഷിപ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ
സമ്മർ ഇന്റേൺഷിപ്സിൻ്റെയും ആ ഗൈഡും നിങ്ങൾക്ക് റെക്കമെൻഡേറ്റഡ് ആയിട്ട് ഇരിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ടീച്ച് ചെയ്ത ടീച്ചേഴ്സ് they also can be your recommender. But make sure that your recommendation letter is sent from the official email. അതാണ് സിന്ധിക്കുന്നത്. സോ ഈ റെക്കമെൻഡേഷൻ ആർക്കാണ് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടത് ആ റെക്കമെൻഡേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ പറയും. സോ വെൻ യു fill the official email address so that the link will go to that official email address. Okay. So now important things to note. Suppose നിങ്ങളുടെ December 1st ആണ് ഡെഡ്ലൈൻ എങ്കിൽ നിങ്ങൾ സ്കോർ November 15 സെൻഡ് ചെയ്യണം. അതായത് 2 ആഴ്ച മുന്നെങ്കിലും സ്കോർ സെൻഡ് ചെയ്യണം. സോ സോറി ടു ഇന്ററപ്റ്റ്, ബെൽവിൻ എത്ര കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്? ഇതൊരു 3-4 സ്ഥലം കൂടി ഉള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ചെറിയ ടൈം കൂടി കൊടുക്കണം, അതാണ് ഞാൻ ചോദിച്ചത്. Okay. This is like yeah, this much only. Okay, please. So ഞാൻ ഇവിടെ പറഞ്ഞു. ഓക്കെ, അഡീഷണൽ ടെസ്റ്റ് സ്കോർ ഇപ്പൊ ഈ ഒരു ഇത് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ അഡീഷണൽ ടെസ്റ്റ് സ്കോർ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലാണ്. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ 4 നിങ്ങൾക്ക് ഓൾറെഡി ഫ്രീ ആണ്. സോ ഈ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് സ്കോർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടെസ്റ്റ് സ്കോർ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സെൻഡ് ആവും. സപ്പോസ് ഇഫ് യു ആർ അപ്ലൈങ് ഫോർ എ 5th യൂണിവേഴ്സിറ്റി, ഫോർ ദാറ്റ് യു ഹാവ് ടു ഓർഡർ ദ ടെസ്റ്റ് ഡീറ്റെയിൽസ്, ടെസ്റ്റ് സ്കോർസ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഓർഡർ ചെയ്യേണ്ടി വരുവാണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് 2 വീക്സിന് മുന്നെങ്കിലും നിങ്ങൾ ഡെഡ്ലൈൻ 2 വീക്സ് മുന്നെങ്കിലും സെൻഡ് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത് വെൻ യു ആർ റെക്കമെൻഡേറ്റഡ് സബ്മിറ്റ് യുവർ റെക്കമെൻഡേഷൻ ആപ്ലിക്കേഷൻ ഡെഡ്ലൈന് മുന്നേ സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്കോർ ഡെഡ്ലൈന് മുന്നേ റീച്ച് ചെയ്യണം. നിങ്ങൾ ഒഫീഷ്യൽ ഗ്രേഡ് ട്രാൻസ്ക്രിപ്റ്റ് അതും ഡെഡ്ലൈന് മുന്നേ റീച്ച് ചെയ്യണം. സോ ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ നിങ്ങളിപ്പോൾ December 1st ആണ് ഡെഡ്ലൈൻ എന്ന് വിചാരിച്ച് നിങ്ങൾ December 1st തന്നെ ഇവിടെ നിന്ന് ഇൻ യുവർ പാർട്ട് യു സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആവത്തില്ല. യുവർ എൻറ്റയർ തിങ് ഹാസ് ടു റീച്ച് ബിഫോർ December 1. അതാണ് ഡെഡ്ലൈൻ ഉദ്ദേശിക്കുന്നത്. സോ യു ഷുഡ് അറ്റ്ലീസ്റ്റ് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ഫ്രോം യുവർ എൻഡ് ഒരു 1 വീക്ക് മുമ്പെങ്കിലും സബ്മിറ്റ് ചെയ്തിരിക്കണം. പിന്നെ US യൂണിവേഴ്സിറ്റീസ് പൊതുവെ ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസ് ഫോളോ ചെയ്യാറുണ്ട് ചില യൂണിവേഴ്സിറ്റീസ്. സോ അപ്പോൾ ആദ്യം വരുന്ന ഇവർ എല്ലാ ആപ്ലിക്കേഷൻ കിട്ടിയതിനു ശേഷം അല്ല എവാലുവേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ റോളിംഗ് ആയിട്ട് എവാലുവേറ്റ് ചെയ്യാറുണ്ട്. അതിപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ എവാലുവേറ്റ് ചെയ്ത് ഓഫേഴ്സ് കൊടുക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു അപ്ലൈ അറ്റ്ലീസ്റ്റ് 1 month ബിഫോർ. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റീസ് ഒഫീഷ്യൽ ഗ്രേഡ് ട്രാൻസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷന്റെ കൂടെ തന്നെ വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഹാർഡ് കോപ്പിയോ സോഫ്റ്റ് കോപ്പിയോ കൊടുക്കേണ്ടി വന്നേക്കാം. സോ അങ്ങനെ കൊടുക്കേണ്ടി വരുവാണെങ്കിൽ ഈ ട്രാൻസ്ക്രിപ്റ്റ് സെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ തന്നെ സെൻഡ് ചെയ്യണം. ഷുഡ് നോട്ട് ബി സെൻഡ് ബൈ ദ സ്റ്റുഡൻറ്. സോ രജിസ്ട്രാർ തന്നെ അത് ഇമെയിലോ പോസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യണം. സോ ഇതിന്റെ ഇതെങ്ങനെ സെൻഡ് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഉണ്ടാവും. യു ക്യാൻ ചെക്ക് ആൻഡ് സീ ദാറ്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷനിലൂടെ എപ്പോഴും നിങ്ങൾ CV SOP അപ്ലോഡ് ചെയ്യുന്നുണ്ടാവാം. സോ CVയും SOP അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരുമിച്ചായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് പൊതുവെ. സോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എപ്പോഴും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ കോപ്പി ഓഫ് GRE സ്കോറും TOEFL സ്കോറും പിന്നെ ട്രാൻസ്ക്രിപ്റ്റിന്റെ കോപ്പിയും പിന്നെ അങ്ങനെ വേറെ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെക്കേണ്ടതെല്ലാം നിർബന്ധമായി വെക്കണം. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സാധനം ഏതെങ്കിലും ഒരു സ്കോറോ ട്രാൻസ്ക്രിപ്റ്റോ സമയത്ത് ചെന്നില്ല എങ്കിൽ ദേ ക്യാൻ ഇവാലുവേറ്റ് യൂസിങ് ദ കോപ്പി. സോ അവരിപ്പോൾ ഓഫർ ചെയ്യുകയാണെങ്കിൽ ദേ വിൽ പുട്ട് ഓൺ എ ഹോൾഡ്. നിങ്ങൾക്ക് ഓഫർ തരും, കണ്ടീഷണൽ ഓഫർ തരും. അതായത് നിങ്ങൾ ഒറിജിനൽ സാധനം അവിടെ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ദേ വിൽ ഗിവ് ദ ഫൈനൽ ഓഫർ. സോ അതിനു വേണ്ടിയാണ് നോട്ട് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് ലൂസിങ് ദ ചാൻസ്. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് എല്ലാ ആപ്ലിക്കേഷനും പോകുന്നത്. ആൻഡ് യു ഡോണ്ട് നീഡ് ടു ഫിൽ ഇറ്റ് ഇൻ 1 single go. നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് സേവ് ചെയ്ത് പിന്നെയും ഒന്ന് ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻ കേസ് ഇഫ് യു ആർ എൻകൗണ്ടറിങ് എനി ടൈപ്പോസ് ഓർ എന്തെങ്കിലും ഒരു റോങ് ആയിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് എന്ത് ആപ്ലിക്കേഷൻ റിലേറ്റഡ് എന്ത് പ്രോബ്ലംസ് നിങ്ങൾ ഉണ്ടായാലും ഉടനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ടത് ഒരു ഗ്രാജുവേറ്റ് അഡ്മിഷൻ കോർഡിനേറ്റർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. സോ ആ കോർഡിനേറ്ററെ കോൺടാക്ട് ചെയ്യുക. ദേ ആർ വെരി ഹെൽപ്ഫുൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു CV അറ്റാച്ച് ചെയ്യാൻ മറന്നു പോയെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദ ഗ്രാജുവേറ്റ് അഡ്മിഷൻ കോർഡിനേറ്റർ. എന്നിട്ട് അവർക്ക് ഇമെയിൽ അയച്ചു കൊടുത്താൽ മതിയാവും. ദേ ക്യാൻ ആക്ച്വലി അറ്റാച്ച് ടു യുവർ application. So they can do lots of things from their end. സോ അതുകൊണ്ട് അവരായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ഇൻ വെൻ വാട്ട് എവർ ഹാപ്പൻസ്. സോ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് സമയത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല.
സോ അങ്ങനെ എന്ത് വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കോർഡിനേറ്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദേ ക്യാൻ ഫൈൻഡ് അതർ വേസ് ടു ഹെൽപ്പ് വിത്ത്. സോ എന്ത് ഡിഫിക്കൽറ്റി ആപ്ലിക്കേഷൻ റിലേറ്റഡ് വന്നാലും നിങ്ങൾ ആദ്യമേ കോൺടാക്ട് ചെയ്യേണ്ടത് ഗ്രാജുവേറ്റ് അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്ററെയാണ്. ഇനിയൊരു അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ 4 ഫ്രീ ആയിട്ട് ടെസ്റ്റ് സ്കോർ സെൻഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ടെസ്റ്റ് സ്കോർ സെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വന്നാലും ഫീ പേ ചെയ്യേണ്ടി വരും. സോ ചില യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ കൊടുക്കുന്ന കോപ്പി വെച്ച് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ വാലിഡേറ്റ് ചെയ്യാൻ സമ്മതിക്കാറുണ്ട്. സോ യു ഹാവ് ടു ആസ്ക് ദാറ്റ് ഫോർ അഡ്മിഷൻ കോർഡിനേറ്റർ. സോ അങ്ങനെ നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് ആസ്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ പറയാം, ഫോർ എക്സാമ്പിൾ ഞങ്ങളിപ്പോൾ ടെസ്റ്റ് സ്കോർ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കോപ്പി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു ആപ്ലിക്കേഷന് കൂടെ. നമുക്കിപ്പോൾ ഓഫർ കിട്ടുവാണെങ്കിൽ വി വിൽ സബ്മിറ്റ് ദ ഒഫീഷ്യൽ സ്കോർസ്, വി വിൽ ഓർഡർ ദ ഒഫീഷ്യൽ സ്കോർസ്. സോ അങ്ങനെ അവർ എഗ്രി ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി സേവ് എ ലോട്ട് ഓഫ് മണി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനാവശ്യമായിട്ട് എക്സ്ട്രാ പൈസ കൊടുത്ത് ടെസ്റ്റ് സ്കോർ ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ എനിക്ക് അങ്ങനെ ചില യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഇങ്ങനെ അവർ വേവ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓഫർ കിട്ടുവാണെങ്കിൽ, ഐ മീൻ നിങ്ങൾ അഡ്മിഷൻ അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒഫീഷ്യൽ സ്കോർ സബ്മിറ്റ് ചെയ്താൽ മതി. ഇൻ കേസ് 4 ഫ്രീ ആയിട്ടുള്ളത് അത് ഓൾറെഡി കൊടുക്കുക, അതല്ലാതെ നിങ്ങൾ എക്സ്ട്രാ അപ്ലൈ ചെയ്യുന്നതിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ യു ഷുഡ് കോൺടാക്ട് ദ അഡ്മിഷൻ കോർഡിനേറ്റർ അറ്റ്ലീസ്റ്റ് എ മന്ത് ബിഫോർ ദ ഡെഡ്ലൈൻ. ഓക്കെ. സോ ഫൈനലി നിങ്ങളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റീസ് അഡ്മിഷൻ കൊടുത്തു തുടങ്ങിയോ എന്ന് അറിയാനായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഗ്രാഡ് കഫേ എന്ന് പറഞ്ഞ അതിന്റെ ലിങ്കാണിത്. സോ ഈ വെബ്സൈറ്റിൽ ഈ അഡ്മിഷൻ ഓഫർ കിട്ടിയ സ്റ്റുഡൻസ് എല്ലാം അനോണിമസ് ആയിട്ട് പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഐ ഗോട്ട് അഡ്മിഷൻ ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി ഇൻ ദിസ് ഡിസിപ്ലിൻ. സോ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ആ യൂണിവേഴ്സിറ്റി ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അഡ്മിഷൻ ഓഫർ കൊടുത്തു തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ. സോ ഇതൊക്കെയാണ് ഒരു ഓവറോൾ PhD ആപ്ലിക്കേഷൻ പ്രൊസീജിയർ. സോ ദെൻ PhD ലൈഫ് ഇൻ US. സോ അപ്പൊ ഇപ്പൊ ഇത്രയും കേട്ട് നോക്കുമ്പോൾ തോന്നും, ഓക്കെ, ഇതൊരു വളരെ ഭയങ്കര എന്തൊരു വലിയ മലയാണ് US PhD അപ്ലൈ ചെയ്യാന്നുള്ളത്. ബട്ട് ഇറ്റ്സ് ഇത്രയും പ്രോസസ് ഉണ്ട്. പക്ഷേ ദ അതർ സൈഡ് ഈസ് വെരി ബ്രൈറ്റർ. സോ PhD ഇവിടെ നമുക്ക് ഹാൻഡ്സം പേ ആണ് കിട്ടുന്നത്. സോ വാട്ട് എവർ എക്സ്പെൻസ് ദാറ്റ് യു ഹാവ് പുട്ട് ഫോർത്ത് ഫോർ ദ ആപ്ലിക്കേഷൻ പ്രോസസ് എല്ലാം നിങ്ങളുടെ 1 month സേവിങ്സ് കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. സോ യു വിൽ ബി ഗെറ്റിംഗ് വെരി ഹാൻഡ്സം പേ. സോ US PhD അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഏകദേശം ഒരു 80,000 to 50,000 to 80,000 rupees ചെലവാണ്. സോ ഇതെല്ലാം ഈസി ആയിട്ട് നിങ്ങൾ ഒരു ഫസ്റ്റ് മന്ത് സാലറി കൊണ്ട് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ട്രെയിനിങ് ആണ്. സോ ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്സ് കിട്ടും എല്ലാ ഇൻസ്ട്രുമെന്റിലും. സോ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ NMR ഒക്കെ ആണെങ്കിൽ, നമ്മൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പൊതുവെ NMR ദർ വിൽ ബി ആൻ ഓപ്പറേറ്റർ ടു ടേക്ക് NMRs. ഇപ്പോൾ SCM TEM ഒക്കെ ആണെങ്കിലും അവിടെ എല്ലാവരും ഓപ്പറേറ്റർ ഉണ്ടാവും. ഇവിടെ എല്ലാം ഗ്രാഡ് സ്റ്റുഡൻസ് സ്വയമാണ് ഇതെല്ലാം ഈ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ യു വിൽ ഗെറ്റ് ട്രെയിനിങ് ഫോർ ദാറ്റ്. ഈ ട്രെയിനിങ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ജോബ് ഓർ പോസ്റ്റ് ഡോക്ക് ഓർ സംതിങ്. സോ അങ്ങനെ വേൾഡ് ക്ലാസ് ട്രെയിനിങ് ആണ് ഇവിടുത്തെ കിട്ടുന്നത്. പിന്നെ there are lots of opportunities for professional development, like വർക്ക്ഷോപ്സ് ഉണ്ടാവാം, കമ്പനികളിൽ നിന്നുള്ള വർക്ക്ഷോപ്പുകളുണ്ട്, ചിലപ്പോൾ ഇമിനന്റ് ആയിട്ടുള്ള നാഷണൽ ലാബുകളിൽ നിന്നുള്ള വർക്ക്ഷോപ്പുകളുണ്ട്. ഇതെല്ലാം അറ്റൻഡ് ചെയ്യുന്ന നമുക്ക് കൂടുതൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആകാം. പിന്നെ ഇവിടെ ലാർജ് എമൗണ്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് US തന്നെ, കമ്പനീസിലോട്ടുള്ള പല പ്രൈവറ്റ് കമ്പനീസ്, പിന്നെ നാഷണൽ ലാബ്സ്, അതർവൈസ് പോസ്റ്റ് ഡോക്സ്, ഇതെല്ലാം ഉണ്ട്. മോർ ഓവർ US വരിക എന്നുള്ളത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. യു ക്യാൻ ഫീൽ ദ കൾച്ചർ ഹിയർ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് കാണാം, ഫുഡ് കഴിക്കാം. ഇവിടെ പല രാജ്യത്തുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ചുകൊണ്ട് യു ക്യാൻ ട്രൈ ഫുഡ് ഓഫ് ഓൾ ദ പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. സോ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സോ അപ്ലൈങ് ടു PhD for US is not it's a very worthy thing.